in the center of his plan. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ വലിയ പദ്ധതികളെ കാണുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കും. The Holy Spirit is definitely going to help us see the manifestation of his plans. നമുക്ക് ഒരുമിച്ച് ഇന്ന് വചനത്തിൽ അല്പനേരം കേൾക്കാം. We'll hear from the word of God for some time. നമുക്ക് കൃപാവരങ്ങളെ ഒന്ന് ഉപയോഗിക്കുവാൻ നമുക്കൊന്ന് പഠിക്കാം. And we'll learn how to use spiritual gifts. എന്ന് കർത്താവ് നിങ്ങളെല്ലാം കൂട്ടി വരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. And if God has brought us together, like I said before, he definitely has a great plan. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ ഭാഗത്തിൽ നിന്ന് ഒന്ന് പോകാം. We'll start from where we stopped last week. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15 മുതലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. Last week we heard from Mark chapter 16. അവിടെ ഇങ്ങനെ പറയുന്നത്, യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിനട്ടത്തോളം പോയി സുവിശേഷം പറയണം. And there is written that Jesus said, go to the ends of the earth and preach the gospel. കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കാം ഇന്ന് ഞാൻ ഈ വചനം പ്രിപ്പയർ ചെയ്തപ്പം Maybe God definitely has a plan for each one of us. That is why when I was preparing today's message, recording in ഒരു progress. ശുശ്രൂഷകരോട് എന്ന പോലെയാണ് ഈ വചനങ്ങളെ കർത്താവ് ഇടപെട്ടത്. The way God was leading me was as if to speak to ministers of God. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ അകത്തൊരു സുവിശേഷത്തിന്റെ വിളി അത് പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. So then definitely the call for evangelism is going to work in each one of us today. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു നമുക്കൊരു ബൗണ്ടറി ഉണ്ട്. Last week I mentioned we have a boundary. യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയും യേശു അഡ്രസ് ചെയ്തതുപോലെ, Just like Jesus addressed Jerusalem, Judea and Samaria, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ എല്ലാവരും. each one of us have been called to go to the ends of the world. അവിടെ യേശു പറയുന്ന വാക്യതാണ്, നിങ്ങൾ ഭൂലോകത്തിനടുത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. Jesus said to them, go to all the world and preach the gospel to all creation. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. Whoever believes and is baptized will be saved. നോക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെടുക എന്ന് പറയും. ഇവിടെ കുറച്ച് വാക്കുകൾ ഇവിടെ മിസ്സായിട്ടുണ്ട്. Some words are missing here. നമുക്കറിയാം, സുവിശേഷങ്ങൾ പലരാണ് എഴുതിയിരിക്കുന്നത്. Gospel was written by different people. ഇവിടെ യേശുക്രിസ്തു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നു. Here it's written, whoever believes and is baptized will be saved. അപ്പൊ ഇവിടെ നോക്കുക, അപ്പം എന്നിട്ട് പറയുന്നു, ഈ രക്ഷിക്കപ്പെട്ടവരിലൂടെ, and he's saying then those who are saved, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. Those who believe, through them these signs will take place or will accompany those who believe. ഞാൻ ഈ ദൈവപ്രവൃത്തികളുടെയൊക്കെ സാക്ഷ്യമാരോടൊക്കെ പറയുമ്പോൾ, whenever I tell the testimony of God's mighty works, ചിലപ്പോൾ വിശ്വാസികൾ ഇങ്ങനെ അതിശയപ്പെടാറുണ്ട്. sometimes the believers are amazed by what I say. അപ്പൊ ഞാൻ തിരിച്ചു പറയാറുണ്ട്, അപ്പൊ അവരോട് ചോദിക്കും, ഇങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാറുണ്ട് അല്ലേ? So I ask them, when you hear about God's mighty work, you're amazed. ഞാൻ നേരെ തിരിച്ചു പറയാണ്, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ നടന്നില്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ അതിശയപ്പെടേണ്ടത്. So, but I will say the straight opposite of that. If you don't see God's work in your life, then you should be amazed. നോക്ക്, ഒന്നുകൂടെ ഞാൻ പറയാം, അത്ഭുതങ്ങൾ ഒന്നും നടന്നില്ലെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മൾ അതിശയപ്പെടേണ്ടത്. I'll say once more, if miracles don't happen in our lives, then we should be surprised or amazed. കാര്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാം അത്ഭുതങ്ങൾ സ്ഥിരം സംഭവമാണ്. Because in the life of a believer, miracles should be a usual thing, an ordinary thing in their life. നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നില്ലെങ്കിൽ അതിശയപ്പെടണം. If God's work is not happening in our life, then we should be surprised. നമ്മൾ ഈ കാലഘട്ടങ്ങൾ മാറിയ സമയത്ത്, as the times have changed, സുവിശേഷത്തിന്റെ ഷേപ്പിന് വ്യത്യാസം വന്നു. ദൈവരാജ്യത്തിന്റെ the gospel or the kingdom of God has changed slightly. ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് മാത്രമാണ് സുവിശേഷ വേലയെന്ന് ആൾക്കാർ പയ്യെ മനസ്സിലാക്കാൻ തുടങ്ങി.
people started thinking that only preaching the gospel is evangelization, is what they thought. നിങ്ങൾ യേശുവിന്റെ ശുശ്രൂഷ നോക്കിയാൽ മാത്രം മതി. കർത്താവ് സുവിശേഷം പ്രീച്ച് ചെയ്യുക മാത്രമല്ല, ആ സുവിശേഷത്തെ ഉറപ്പിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞത്. If you look at the ministry of Jesus Christ, he didn't only preach, but he convinced them by his works. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അവരെല്ലായിടത്തും പുറപ്പെട്ട് പ്രസംഗിച്ചു. And in verse 20 we see that the disciples went out and preached everywhere. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു. And the Lord worked with them. അടുത്ത വാക്യത്തിൽ പറഞ്ഞ അവരാൽ നടന്ന അടയാളങ്ങൾ. And the next says, confirmed his word by the signs that accompanied it. കണ്ടോ? അപ്പൊ പ്രസംഗിക്കുമ്പം കർത്താവ് കൂടെ ഇരുന്ന് ആ പറഞ്ഞ വചനത്തെ ദൈവം ഉറപ്പിക്കും. So here we see when the gospel is preached, God stayed with them and worked signs to confirm his word. അതായത് നിങ്ങളൊരു വചനം പറഞ്ഞിട്ട് അത്ഭുതം നടന്നില്ലെങ്കിലാണ് അതിശയിക്കേണ്ടത്. That means that when we speak the word, then if miracles don't take place, that's when we should be amazed. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു മണിക്കൂർ ഞാൻ വചനം പ്രസംഗിച്ചിട്ട് അവിടെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നടക്കുന്നില്ലെങ്കിൽ അതൊരു അത്ഭുതമാണ്. So I'll say again, if I preach for 1 hour and then nothing happens, we don't see a miracle, then that is a very surprising thing. കാരണം നിങ്ങൾ പറഞ്ഞ വചനത്തെ ദൈവം ഉറപ്പിക്കുന്നതാണ് സൈൻസ് ആൻഡ് വണ്ടർ എന്നുള്ളത്. Because signs and wonders are confirming that the word that we spoke. കാരണം ദൈവത്തിന്റെ വചനം ഒരു നോർമൽ അല്ല, ഇത് സൂപ്പർ നാച്ചുറൽ ആണ്. Because God's word is not a normal thing, it's not just a natural thing, it's supernatural. നിങ്ങളൊരു വചനം പറഞ്ഞാൽ ദൈവം അത് ഉറപ്പിക്കും. If you speak the word, God is going to confirm it. ഇത് നടന്നില്ലെങ്കിൽ അതിശയപ്പെടണം നമ്മൾ. And if this does not take place or manifest in our life, then we should be surprised. അതായത് അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ അതൊരു അത്ഭുതമാണ്. Because if miracles doesn't take place in our life, then that is a miracle in itself. ഇതാണ് ഒരു അത്ഭുതം. This is the miracle. കാര്യം യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരിലൂടെ സൈൻസ് ആൻഡ് വണ്ടർ നടക്കും. Because Jesus said, all those who believe, signs and wonders will accompany them. ഇന്ന് ഇതിന്റെ അകത്ത് നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നടക്കാൻ വേണ്ടി പോവാം. And today, through each one of you, God's mighty work is going to take place. നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഭാഗം എത്ര പേര് മ്യൂട്ട് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. നമുക്കൊന്ന് ഒരു പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് നമുക്കൊന്ന് പോകാം. Towards the end of this meeting, I don't know how many of you can unmute, but we'll go into a practical section. ദൈവം അനുഭവിച്ചാൽ നമുക്ക് ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ്. ലിലി സിസ്റ്റർ അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വരും. ഈ മാസം നമുക്കൊരു എല്ലാവരും ഒരുമിച്ച് ഒരു പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റ് നമുക്ക് ഏതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. I have a desire. We still have to do all the bookings that towards the end of this month, we want to have a prophetical and deliverance meeting. നോക്കുക, ഇവിടെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും, അവർ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. Here it's written, those who believe, they will all the signs and wonders will accompany them and they will drive out demons. നോക്കിക്കേ, നിങ്ങളിലൂടെ ഭൂതം പുറത്തു പോകില്ലെങ്കിൽ ഇത് അത്ഭുതമാണ്, നടന്നില്ലെങ്കിൽ. Look at this, if demons are not driven out by us, then that is a very surprising thing. നോക്കിക്കേ, നിങ്ങളിലൂടെ രോഗികൾ സൗഖ്യമായില്ലെങ്കിൽ ഇതാണ് അത്ഭുതം. If people are not healed through us, then that is a surprising thing. കണ്ടോ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു അത്ഭുതം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുവല്ല, പകരം അത്ഭുതം നടന്നില്ലെങ്കിലാണ് എന്തുകൊണ്ട് നടക്കുന്നില്ല. So when we see a miracle, that's not when we should be amazed or surprised. We should be surprised if a miracle is not happening through us. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രീച്ചിങ് മാത്രമായി ദൈവരാജ്യം എന്ന് പറയുന്നത്. So that's why I'm saying in these times, gospelization, evangelization has just ended up just as preaching. അതായത് നമ്മൾ പ്രീച്ച് ചെയ്യുന്നത് മാത്രമാണ് സുവിശേഷം എന്ന ആൾക്കാർ പയ്യെ പഠിക്കാൻ തുടങ്ങി. People started thinking and studying and understanding that preaching is only, gospel is only just preaching. നോക്കുക, ഇവിടെ പറയുന്ന പുതുഭാഷയിൽ സംസാരിക്കും. And it's written here, they will speak in new tongues. നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് അന്യഭാഷയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു വന്നത് അല്ലേ. Last days we were talking about speaking in tongues. ഇവിടെ നോക്കുക, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും.
He has written all those who, and these signs will accompany those who believe. അപ്പൊ വിശ്വസിക്കുന്നവരിലൂടെ എങ്ങനെയാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്? So how does God's work or miracles take place through those who believe? അതിന്റെ ലൂക്കോസ് ചാപ്റ്റർ 24 വേഴ്സ് 49 പറയുന്നു. ലൂക്ക് ചാപ്റ്റർ 24 Luke chapter 24 verse 9 says, 49 verse 49 says, Luke chapter എന്റെ പിതാവിങ്കിൽ നിന്ന് കേട്ട വാഗ്ദത്തം ഞാൻ നിങ്ങളുടെ മേലേക്ക് അയക്കും, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. Luke chapter 24 49. Okay. Yeah. I'm going to send you what my father has promised, but stay in the city until you have been clothed with power from on high. കണ്ടോ? അപ്പൊ ഈ മർക്കോസിൽ ഇല്ലാത്തൊരു ഭാഗം ലൂക്കോസിലുണ്ട്. So there is this statement that was not, we didn't see it in Gospel of Mark. മർക്കോസിൽ പറയുന്നു വിശ്വസിക്കുന്നവരാൽ ഇതെല്ലാം നടക്കും. In Gospel of Mark it says all those who believe these signs will accompany. എന്നാൽ ലൂക്കോസിൽ അത് ഫില്ല് ചെയ്യുന്നുണ്ട്, അങ്ങനെ നടക്കണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ശക്തി വരണം. But in Gospel of Luke we see it's filling the gap. It's saying for that to happen the power needs to come from above. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അത് അവിടെ പറഞ്ഞിട്ടില്ല, അതിന്റെ കാരണം അങ്ങനെ മനസ്സിൽ നോക്കി താഴെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് പുതുഭാഷയിൽ സംസാരിക്കും. We'll think, why is it not mentioned in Mark? But it's written in Mark that they will speak in new tongues. എപ്പോഴാണ് അവർക്ക് അന്യഭാഷ ലഭിച്ചത്? So when did the disciples get the new tongues? അപ്പോസ്തലപ്രവൃത്തി 2-ാം വാക്യത്തിൽ പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ്. In Acts chapter 2 we see they spoke in tongues when the Holy Spirit came upon them. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് അന്യഭാഷ കിട്ടിയെങ്കിൽ പരിശുദ്ധാത്മാവുള്ള വ്യക്തിയിലൂടെ യേശുവിന്റെ നാമത്തിൽ രോഗി സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്താകും, ഇതെല്ലാം നടക്കും. So when they spoke, if they spoke in tongues when Holy Spirit came upon them, then when Holy Spirit comes upon them, the sick will be healed, they will do miracles, signs and wonders. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടാകുന്ന പ്രവൃത്തികളാണ് യേശു മൊത്തം പറഞ്ഞേക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. So what Jesus is saying will take place is the work of the Holy Spirit when Holy Spirit comes on. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ബോഡിയാണ് നിങ്ങൾ. We are the body of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ബോഡിയാണ് നമ്മുടെ ഓരോ അവയവങ്ങളും, ശരീരത്തിന്റെ പാർട്സ് ആണ്. Each part of our body is part of the Holy Spirit's body. അതുകൊണ്ടാണ് സർപ്പങ്ങളെ പിടിച്ചെടുക്കും. And that's why it's saying we will trample serpents. അപ്പൊ ശക്തി നിങ്ങളുടെ മേൽ വന്ന് ഈ ശക്തിയിലുള്ള പ്രവൃത്തിയാണ് ഇതെല്ലാം. So when the power comes upon us, with this power all these mighty works happen. നമ്മൾ പുതുഭാഷയിൽ സംസാരിക്കുന്നു. We will speak in new tongues. റോമാലേഖനം 8-26 വാക്യത്തിൽ പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ സഹായിക്കുന്നു. In Romans chapter 8 we see it's written that Holy Spirit helps us in our weakness. നോക്കിക്കോ, വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ട നാം അറിയുന്നില്ല. We do not know how to pray. ഉച്ചരിച്ചു കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. But the Spirit Himself intercedes for us through wordless groans. നോക്കിക്കോ, നമ്മൾ അന്യഭാഷ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ്. So when we speak in tongues, Holy Spirit is helping us pray. എങ്ങനെയാണെന്നറിയാവോ? അടയാളങ്ങളിലേക്ക് എനിക്ക് മൂവ് ചെയ്യുവാൻ. And how He helps us move into signs and wonders. നമുക്കറിയാം, അന്യഭാഷ പറയുമ്പോൾ സ്പിരിച്വൽ എഡിഫിക്കേഷൻ നമുക്കുണ്ടാവുകയാണ്. When we speak in tongues, we are being edified in our spirit. അതായത് നമ്മൾ അന്യഭാഷ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. When we speak in tongues, Holy Spirit is helping us. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് സുവിശേഷം ലോകമെമ്പാടും നമ്മളിലൂടെ അറിയിക്കുക എന്നുള്ളത്. And it's the work of the Holy Spirit to spread the gospel around the world, all over the world through us. നമുക്കൊരു വാക്യം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 39-ാം അധ്യായത്തിന്റെ 3-5 വാക്യം. ഉൽപ്പത്തി 37 വേഴ്സ് 3, 4, 5. 37 ആണോ? ഉൽപ്പത്തി 37 ആണ്. ജെനസിസ് 37. Okay, Genesis 37, 3, 4 and 5.
Now Israel loved Joseph more than any of his other sons, because he had been born to him in his old age. He made an ornate robe for him. When his brothers saw that his father loved him more than any of them, they hated him and could not speak a kind word to him. Joseph had a dream, and when he told it to his brothers, they hated him all the more. He said to them, "Listen to this dream I had. We are binding sheaves of grain out in the field when suddenly my sheaf rose and stood upright, while your sheaves gathered around mine and bowed down to it." നോക്കിക്കേ, ഇവിടെ യോസേഫ് ഒരു ദർശനം കാണുവാണ്. നിങ്ങൾ നോക്കുക, നമ്മുടെ കാണാൻ Here Joseph is seeing a dream. ഈ ഒരു ഡ്രീം ഉണ്ടാകുന്ന സമയത്ത് യോസഫ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, താൻ കണ്ടത് താൻ അവിടെ വിവരിക്കുകയാണ്. And Joseph is explaining to his brother what he saw in his dream. നിങ്ങളുടെ അകത്തൊരു ഡ്രീമിനെ കർത്താവ് തരുന്നുണ്ട്. God is giving a dream in each one of us. ഇവിടെ നോക്കുക, താൻ വയലിൽ കറ്റ കെട്ടിയിരിക്കുന്നതും അപ്പോൾ തന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്ന് ബാക്കിയുള്ള കുറ്റിച്ചിരിക്കുന്ന കറ്റകളെ നമസ്കരിക്കുന്നത് വിഷൻ കാണുക, ഒരു ഡ്രീം കാണുക. And Joseph is seeing a dream that they are binding sheaves of grain, and his sheaf is standing upright and all other sheaves are bowing to him. എന്നാൽ ഇത് പറഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നു, അതിന്റെ 8ാമത്തെ വാക്യത്തിൽ പറയും, തന്റെ സഹോദരന്മാർ നീ ഞങ്ങളെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞ് അവന്റെ സ്വപ്ന നിമിത്തം അവന്റെ വാക്ക് നിമിത്തവും അവനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. And here we see his brothers is saying to him, "Do you intend to reign over us? Will you actually rule us?" And they hated him all the more because of his dream and what he had said. നോക്കുക, ഇവിടെ നിങ്ങൾ നോക്കുക, താൻ ഒരു ദർശനം, താൻ ഒരു സ്വപ്നം പറഞ്ഞപ്പോൾ തനിക്ക് ലഭിച്ചത് തിരസ്കരണമാണ്. So here when Joseph is telling his brothers his dream, he is being criticized and hated. നിങ്ങളിരിക്കുന്ന കൃപാവരങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? How do we use the spiritual gifts in us? പരിശുദ്ധ അന്യഭാഷാ വരമുള്ള വ്യക്തിക്ക് എല്ലാ കൃപാവരവും ഉപയോഗിക്കാൻ പറ്റും. All those who have the gift of tongues can use and operate in other spiritual gifts as well. കാര്യം യേശു പറഞ്ഞു, "These signs will accompany those who believe." ഈ വിശ്വസിക്കുന്നവരിലൂടെ ഈ അടയാളങ്ങൾ നടക്കും. Because Jesus said these signs will accompany all those who believe. അപ്പം അന്യഭാഷ ഒരു അടയാളമാണ്. So tongues, speaking in tongues is a sign. നിങ്ങളുടെ പരിശുദ്ധാത്മാവാകുന്ന ശക്തി വന്നതിന്റെ സൈനാണ് അന്യഭാഷ. So the sign of Holy Spirit upon you, that the Holy Spirit has come upon you, is speaking in new tongues. എന്നാൽ അതേ അന്യഭാഷ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളിലൂടെ ഭൂതങ്ങൾ പുറത്തു പോകും. So if you have Holy Spirit in you, then through you demons will be driven out as well. നിങ്ങളിലൂടെ രോഗികൾ സൗഖ്യമാകും. And through you the sick will be healed. നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. And you will trample upon serpents. പക്ഷെ എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തെന്നറിയാവോ? But why is it that we are not seeing this actually happening? അന്യഭാഷ പറയണമെങ്കിൽ നമുക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിന്റെ ആവശ്യമില്ല. When we want to speak in tongues, we don't need another platform. നിങ്ങൾക്ക് ഒരു നാവുണ്ടെങ്കിൽ ഈസിയായിട്ട് അന്യഭാഷ പറയാം. If you have a tongue, you can easily speak in tongues. നോക്കിക്കേ, പക്ഷേ നിങ്ങൾക്ക് മറ്റ് കൃപാവരങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ആവശ്യമാണ്. But if you need to use and operate other gifts, then you need another person or another platform. അപ്പൊ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും കൃപാവരങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ പ്ലാറ്റ്ഫോമുകളെ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. And so we need to pay attention here. The reason we are not able to operate in other gifts is because we are not using other platforms. യോസെഫിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. തനിക്ക് ഡ്രീംസിനെ വ്യാഖ്യാനിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡ്രീംസ് കാണുന്ന, വിഷൻ കാണുന്ന ഒരു കൃപയുണ്ട് അദ്ദേഹത്തിന്. So Joseph here has a gift. He can see dreams and he can interpret it as well. ഇതിനെപ്പറ്റി ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നു. ദാനിയേൽ ചാപ്റ്റർ 2 വേഴ്സ് 23. In Daniel chapter 2 verse 23 we see something. എങ്ങനെയാണ് ഡ്രീംസ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്? How dreams work in a person.
ദാനിയേൽ 2:23 പറഞ്ഞു, എന്റെ പിതാക്കന്മാർ ദൈവമായ യഹോവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. നോക്കിയ വാക്കുകൊണ്ടോ, ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചതും ഇപ്പോൾ എന്നെ അറിയിച്ചതും രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. In verse Daniel 2:23 it's written, I thank and praise you, God of my ancestors. You have given me wisdom and power. രണ്ട് കണ്ടോ, വാക്കുണ്ടോ, വിസ്ഡം ആൻഡ് പവർ. You did notice the words there, wisdom and power. നമ്മൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കൃപാവരങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് വേർഡ് ഓഫ് വിസ്ഡം, ഒന്നാമത്തെ കൃപാവരം ഏതാണ്? വേർഡ് ഓഫ് വിസ്ഡം ആൻഡ് വേർഡ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. അങ്ങനെ നമ്മൾ 9 കൃപാവരങ്ങളെ പറ്റി പഠിച്ചായിരുന്നു അല്ലേ? We had learned about the 9 spiritual gifts, and the first 2 were spirit of wisdom or gift of wisdom and gift of knowledge. ഈ ഗിഫ്റ്റ് ഓഫ് വിസ്ഡം ആണ് ദാനിയേൽ പറഞ്ഞത്. ഈ ഗിഫ്റ്റ് ഓഫ് വിസ്ഡം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഡ്രീംസ് കാണാൻ പറ്റും. And here Daniel is saying, you've given me wisdom and power, and you have made known to us the dream of the king. 22ാമത്തെ വാക്യത്തിൽ തൊട്ടുമുമ്പത്തെ വാക്യത്തിൽ പറഞ്ഞു, അവൻ അഗാധവും ഗൂഢമായതും വെളിപ്പെടുത്തുന്നു. And in verse 22 we see, he reveals deep and hidden things. He knows what is in darkness. ഇരുട്ടിലുള്ളത് അറിയുന്നു. He knows what is in darkness. അതായത് ഒരു വ്യക്തിക്ക് വിസ്ഡം ഉണ്ടെങ്കിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിവീൽ ആകും. So if a person has wisdom, what is hidden will be revealed to him. അപ്പൊ ദാനിയേലിന്റെ ഏറ്റവും വലിയ കൃപയെന്ന് പറഞ്ഞാൽ ഡ്രീംസിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. And so the gift that Daniel had was he could interpret gifts. ഈ 9 കൃപാവരങ്ങളും പുതിയ നിയമത്തിൽ ലഭിച്ച നമുക്ക് എന്തുകൊണ്ടാണ് ഡ്രീംസിലും വിഷനിലും കയറി വരാൻ കഴിയാത്തത്? We in the New Testament believers, we have got all 9 spiritual gifts, but we are not able to come up. യോസേഫ് ഒരു ദർശനം കണ്ടു. Joseph saw a dream. താൻ അത് ഷെയർ ചെയ്തു. And he shared it with his brothers. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഷെയർ ചെയ്യണം നിങ്ങൾ. First thing I will say, we should share. നിങ്ങൾ റിജക്ഷൻ ഉണ്ടായാലും ഷെയർ ചെയ്യണം. Even though we face rejection, we should share our dreams. തന്റെ സ്വന്തം സഹോദരന്മാർ എന്തു പറയാണ്? തന്നെ ആ ദർശന നിമിത്തം ഉപദ്രവിച്ചു. His own brothers hated him because of that dream. അതുകൊണ്ട് വീണ്ടും പറഞ്ഞു, 9ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, മറ്റൊരു സ്വപ്നം കണ്ടു. And in verse 9 we see Joseph saw yet another dream. നോക്കിക്കേ, തന്റെ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നത് കണ്ടു. He saw the sun, moon and 11 stars were bowing down to him. ഇത് തന്റെ അപ്പനോട് താൻ പോയി പറയുക, സഹോദരന്മാരെ അറിയിച്ചു. And then he goes to tells his father and his brothers. അപ്പൊ എന്താ അവിടുന്ന് റിപ്ലൈ കിട്ടിയത്? So what is the reply that അവന്റെ അപ്പൻ അവനെ ശാസിച്ചു. His father rebuked him. അപ്പൊ യോസെഫിന്റെ പ്രത്യേകത കണ്ടോ? താൻ തന്റെ ഗിഫ്റ്റിനെ അനുകൂലമായി കയ്യടി കിട്ടത്തില്ലെന്ന് അറിഞ്ഞിട്ടും താൻ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. So can you see what Joseph is doing? Even though he knew he would be criticized and nobody is going to clap for him, he still is using his gift and telling his. നമുക്ക് അന്യഭാഷ പറയാൻ ഭയങ്കര ധൈര്യമാണ്. We have great confidence to speak in tongues. പക്ഷെ കർത്താവ് പറഞ്ഞതിനെ പറയാൻ കോൺഫിഡൻസ് ഇല്ല. But we don't have the confidence to tell others what God told us. നിങ്ങൾ നോക്കുക, യോസേഫിന് വെറും 17 വയസ്സുള്ളൂ ബൈബിൾ പറയുന്നു. Bible says Joseph was a very young boy, around just 17. അപ്പൊ താൻ ഇങ്ങനെ ഈ സ്വപ്നം പറയുമ്പം സ്വന്തം സഹോദരന്മാര് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട സഹോദരന്മാര് തന്നെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുക. So when he is saying this dream, the brothers who should be encouraging him is actually hating him and troubling him. നോക്കിക്കേ, ഇപ്പൊ ഈ സ്വപ്നം നമ്മൾ പ്രവർത്തിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് വിസ്ഡത്തിലൂടെയാണ്. So dream operates in us through the gift of wisdom. ദാനിയേൽ പറയുകയാണ്, അഗാധവും ഗൂഢമായതും വെളിപ്പെട്ടു വരും. ഡീപ്പ് ആൻഡ് സീക്രട്ട്. Daniel says he reveals deep and hidden things. കണ്ടോ? അപ്പൊ ഒരാൾക്കൊരു ഡ്രീം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രീം കാണുന്നുണ്ടെങ്കിൽ അത് ഡ്രീം, അതായത് പഴയ നിയമത്തിൽ ആ ഡ്രീം കാണാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിരുന്നത്. So in the Old Testament they got this gift to see dreams. അപ്പൊ അവരതിനെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്? And how are they using it? നോക്കിക്കേ, യോസേഫിന് തനിക്ക്
തനിക്ക് ആ പറഞ്ഞ കാര്യത്തെ അവർക്ക് അവിടെ റിജക്റ്റ് ചെയ്തെങ്കിലും താൻ പിന്നെയും പറയുകയാണ്. So though his brothers rejected his first dream, he is still going and telling them his second dream. നോക്കിക്കേ, സ്വന്തം പിതാവ് തന്നെ തിരസ്കരിക്കുകയാണ്. And this time his own father is rebuking him. പക്ഷെ നോക്കിക്കേ, യോസേഫ് പിന്നെയും അതിനെ എന്ത് ചെയ്യുകയാണ്? യൂസ് ചെയ്യുകയാണ്. But Joseph is still using the gift God gave him. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അന്യഭാഷ പറയാൻ തുടങ്ങുമ്പോൾ, When you speak in tongues, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഡ്രീംസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് when we come to dreams, നിങ്ങളുടെ അകത്ത് പ്രവർത്തിക്കുന്നത് വേർഡ് ഓഫ് വിസ്ഡം ആണ്. what is working in you is the gift of wisdom. അതായത് നിങ്ങളിലേക്ക് അത് പകരപ്പെടുന്നത്, and it's imparted to you. നോക്കിക്കേ, ഇവിടെ ദാനിയേൽ പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ പിതാവായ ദൈവമേ എനിക്ക് ജ്ഞാനവും ശക്തിയും അഥവാ ബലവും തന്നു. Here it's written, I thank you, God of my ancestors, you have given me wisdom and power. നമ്മൾ എന്നാ പറഞ്ഞത്? ഉയരത്തിൽ നിന്ന് ശക്തി വരുമ്പോൾ, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം യേശു പറഞ്ഞു നഗരത്തിൽ പാർക്കണം. What did Jesus say in Luke? Stay in the city until you're clothed with power from on high. ഇവിടെ ദാനിയേൽ പറയും എനിക്ക് ശക്തിയുണ്ട്, വിസ്ഡവും ഉണ്ട്. കണ്ടോ? But here in Daniel is saying, I have both wisdom and power. അതായത് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് തനിക്ക് വിസ്ഡം ഉണ്ട്. കണ്ടോ? Because he's got Holy Spirit, he has got wisdom as well. അതുകൊണ്ടാണ് രാജാവ് പറഞ്ഞത് നിന്റെ മേലെ യഹോവയുടെ ആത്മാവുണ്ട്. കണ്ടോ? And that's why the king says you have the Spirit of God in you. അപ്പൊ നിങ്ങളുടെ മേൽ യഹോവയുടെ ആത്മാവ് ഉണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം ആ വിസ്ഡം നിങ്ങളുടെ അകത്തുണ്ട്. So if we have the Spirit of God in us, we have got God's wisdom as ഇവിടെ നിങ്ങൾ well. നോക്കുക, ഇവിടെ യോസേഫ് വന്ന് പറയുന്നത് എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കറ്റകളെ പറ്റി പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്ന ഒരു സ്വപ്നം കണ്ടു. So here Joseph is seeing a second dream where sun, moon and the stars are bowing down to him. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, യോസേഫിന് ഇപ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. Here Joseph does not really understand the meaning. യോസേഫിന് പറയാൻ പറ്റത്തില്ല, കർത്താവേ ഞാൻ ദർശനം കണ്ടു, എന്റെ പിതാവേ അപ്പനും സഹോദരങ്ങളും എന്നെ നമസ്കരിക്കുന്നു എന്ന് പറയുന്നില്ല അതുവരെ. He is not actually saying that I am seeing my father and my mother and brothers bowing to me. കാര്യം അവിടെ തന്റെ പിതാവാണ് പറയുന്നത് ഞങ്ങൾ നിന്നെ നമസ്കരിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നത്. But here his father is saying, what is this dream? Is it that your mother, father and brother will actually bow down to you? ഗിഫ്റ്റ് ഓഫ് വിസ്ഡവും ഗിഫ്റ്റ് ഓഫ് നോളജും മനസ്സിലാക്കിക്കോണം. Understand that the gift of wisdom and knowledge, അതായത് നിങ്ങൾ കാണുന്ന ദർശനങ്ങളെ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗിഫ്റ്റ് ഓഫ് നോളജ് എന്നുള്ളത്. ഞാൻ ഗിഫ്റ്റിൽ what you see in dreams and visions, to interpret it, we have to use the gift of wisdom. നോക്കുക, നിങ്ങളൊരു ഡ്രീം കാണുമ്പോൾ ആ ഡ്രീം എന്താണ് അതിന്റെ വ്യാഖ്യാനം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഗിഫ്റ്റ് ഓഫ് നോളജ് എന്നുള്ളത്. When we see a dream, we use the gift of knowledge to translate the dream that we saw. അതായത് ആ വിസ്ഡത്തെ നിങ്ങൾക്ക് നോളജ് ആക്കി മാറ്റുന്നതാണ് രണ്ടാമത്തെ ഗിഫ്റ്റ്. The second gift is turning the wisdom to knowledge. അപ്പൊ അന്യഭാഷ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? So when we speak in tongues, what's actually happening? നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും, അവർ പുതുഭാഷയിൽ സംസാരിക്കും. So here in Mark we see that those who believe, signs and wonders will follow them and they will speak in new tongues. നമുക്കറിയാം അന്യഭാഷ പറയുമ്പോൾ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുകയാണ്, നമ്മളെ തന്നെ ബിൽഡപ്പ് ചെയ്യുകയാണ്. When we speak in tongues, we build ourselves up, we are edifying and our spiritual strength is increasing. അടുത്ത വാക്യം കണ്ടോ, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. They will pick up snakes with their hands. അപ്പൊ അന്യഭാഷ പറയുന്ന ഒരു വ്യക്തിയിലൂടെ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ കഴിയും. So those who speak in tongues, they can also undo the work of the devil. ഭൂതങ്ങളെ പുറത്താക്കുന്നതും സർപ്പങ്ങളെ പിടിക്കുന്നതും രണ്ടാണ്. Driving out demons and picking up snakes are two different things. നിങ്ങൾ നോക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇവിടെ സർപ്പം എന്ന് പറഞ്ഞത് പിശാചിനെ നമുക്കറിയാൻ പറ്റും. Here snakes we know is the devil. അതായത് ഇവനേക്കാൾ നിങ്ങൾ ശക്തരായി മാറുകയാണ്. That means they are becoming very powerful. അടുത്ത വാക്യത്തിൽ പറയുന്നു മരണകരമായി യാറെന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല.
And the next verse says, even if they drink deadly poison, it will not hurt them at all. അതിന്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ വിഷം കുടിച്ചാലും അത് കുടിക്കുന്നത് പരിശുദ്ധാത്മാവിലേക്കാണ് ചെല്ലുന്നത്. So that means that even if we have the Holy Spirit in us, even if we drink poison, it will not touch us because Holy Spirit is in us. നോക്കിക്കേ, റോമർ 8 നമ്മൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുകയാണ്. In Romans 8 we see Holy Spirit helps us in our weakness. വേണ്ടുന്നതുപോലെ പ്രാർത്ഥിക്കേണ്ട നാം അറിയുന്നില്ല. We do not know how to pray. നോക്കിക്കേ, എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യുന്നു? ഉച്ചരിച്ച് കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. But the Spirit himself intercedes for us through wordless groans. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ, If something is not happening in our ഒരു lives, മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ, if no change is taking നിങ്ങൾ place, നേരെ ചെയ്യേണ്ടത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. what we should do is go straight into speaking in tongues. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ When we speak in tongues, നിങ്ങൾ ദർശനങ്ങൾ കാണാൻ തുടങ്ങും. we will start seeing visions. ഒന്നുകൂടെ ഞാൻ പറയാം, അന്യഭാഷ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. Once more I'll say, when we start speaking in tongues, we have communication from the Holy Spirit. അപ്പൊ നിങ്ങൾ ഒരു ദർശനം ആ സമയത്ത് കാണുവാന്ന് വിചാരിച്ചു. So suppose we are seeing a vision ഏതൊരു കാഴ്ച നിങ്ങൾ കാണുക, or you're seeing a picture, നിങ്ങൾ ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുവാന്ന് വിചാരിച്ചു. or you are seeing a dream in your sleep, നിങ്ങൾക്ക് അത് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല. and you're not able to understand it. അതിന്റെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. You're not understanding what you just saw. ഉടനെ നിങ്ങൾ എന്തിനെന്നറിയാവോ? കൂടുതൽ അന്യഭാഷ പ്രാർത്ഥിക്കണം. So then what you should do, you should speak more in tongues. കാര്യം അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഗിഫ്റ്റ് ഓഫ് നോളജ് കുറച്ചും കൂടെ വലുതായി വരും. So because when we speak in tongues, our gift of knowledge starts operating and increasing. കാര്യം പൗലോസ്ലീഹ പറഞ്ഞു, നമ്മൾ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. Because Paul said we should fan into flame our spiritual gifts. നമ്മുടെ ഗിഫ്റ്റുകളെ, നമ്മുടെ അകത്തുള്ള ഗിഫ്റ്റുകൾ ഷാർപ്പ് ആകും തോറും കാണുന്ന ദർശനങ്ങൾ വ്യക്തമായി വരും. So as the gifts become sharper, then what we see, the visions, we will start understanding. ഞാനിതിനെ ഇപ്പൊ സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണ്. So I'll separate it now and അപ്പൊ say, ദാനിയേലിനെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് വെച്ചു, ദാനിയേൽ എങ്ങനെയാണ് ഈ ദർശനം കാണുന്നത്? suppose we are interviewing Daniel. Daniel, how do you see visions? എങ്ങനെ ഡ്രീംസ് കാണാൻ പറ്റുന്നത്? How do you see dreams? എത്രവർക്ക് ആഗ്രഹമുണ്ട് ഡ്രീംസ് കാണണമെന്ന്? How many of you want to see dreams? ഒരു ആമേൻ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? Amen. അല്ല മ്യൂട്ട് മാറ്റി ആമേൻ ഒന്ന് പറയാൻ പറ്റുമോ? Or you can either type Amen. or unmute and say amen. Amen. ഇനി ശ്രദ്ധിച്ചോണം. നമുക്ക് എങ്ങനെയാണ് ഡ്രീംസിലേക്ക് നമ്മൾ വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, How we come to dreams is, ഡ്രീംസ് എപ്പോഴും സംഭവിക്കുന്നത് we have dreams നമ്മൾ ഓൺ ആയിരിക്കുന്ന സമയത്തല്ല. not when we are awake. അതായത് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിന്റെ 3 പാർട്ടുണ്ട്. We have body, spirit and soul. ഇവിടെ നിങ്ങൾ ശരീരം എപ്പോഴാണോ ഉറക്കത്തിലേക്ക് പോകുന്നത്, When our body goes into sleep, നമ്മുടെ ബോധ മനസ്സ് അഥവാ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴാണോ ഓഫ് ആകുന്നത്, when our conscious mind or understanding is switched off. അതായത് എന്തുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് സ്വിച്ച് ഓഫ് ആകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, The reason why our understanding is then is switched off. കാര്യം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന് വളരെ കപ്പാസിറ്റി ഉണ്ട്, ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്. The understanding God has given us, it has got high capacity. നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചകളെ ഇതിന് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കൂ. ഇത് Everything we see, our mind starts translating it. അതുകൊണ്ടാണ് നമുക്കൊരു പെട്ടെന്ന് പ്രശ്നം വരുമ്പം, നമുക്ക് സങ്കടം വരുമ്പം നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത്. So that's why when we face a problem or we are troubled, we start overthinking. നമ്മൾ ഭയം നമുക്ക് ഉണ്ടാകുന്നത്, And we have fear. നമുക്ക് ടെൻഷനും എല്ലാം വരുന്നത് ഈ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു പ്രശ്നം വരുമ്പോൾ We become anxious and we are tensed because of all this overthinking. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഓവർ തിങ്കിങ് വരത്തില്ല. But when we are sleeping, we are not thinking. കാരണം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ബ്ലോക്ക് ആയി നിൽക്കുക, അതാ ഉറങ്ങുകയാണ്. Because our understanding is not working at that time, it's sleeping. അപ്പൊ നമ്മുടെ ഡ്രീംസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, So that's when our dreams start. നമ്മുടെ ദേഹിയുടെ മറ്റൊരു ഭാഗത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്, കണക്ട് ചെയ്യുന്നത്.
It is starting from another part of our അതായത് soul. ബുദ്ധിക്ക് കയറാൻ കഴിയാത്ത ഒരു സ്ഥലം, അണ്ടർസ്റ്റാൻഡിങ്ങിന് കയറി പിടിക്കാൻ പറ്റാത്തൊരു തലം അവിടെ നമുക്ക് ആക്റ്റീവ് ആകുകയാണ്. So something in our soul where the understanding is not able to reach it, that starts getting active. ഇതുകൊണ്ടാണ് അന്യഭാഷ പറയുമ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ ബുദ്ധി അഫലമായി പോകും. And this is what happens when we speak in tongues too. Our mind is unfruitful. ശ്രദ്ധിക്കുക, ഇവിടെ ദാനിയേലിന് പെട്ടെന്ന് ആ കാര്യത്തെ, ആ ഡ്രീമിനെ വ്യാഖ്യാനിക്കുവാൻ ദൈവം ഒരു കൃപ കൊടുത്തു. And here we see Daniel is given that grace or the gift to interpret the dream the king saw. നിങ്ങൾ ആ വാക്ക് നോക്കിയാൽ മതി. എന്റെ പിതാവായ ദൈവമേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ തന്നെ അറിയിച്ചു. രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. And here Daniel is saying, I thank and praise you, God of my ancestors. You have given me wisdom and power. You have made known to me what we asked of you. You have made known to us the dream of the അതിന്റെ king. 10ാമത്തെ വാക്യം നോക്കി വേണം. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. In verse 19 we can see, during the night the mystery was revealed to Daniel in a vision. നോക്കിക്കേ നിങ്ങൾ ആ വാക്ക്, എന്തുകൊണ്ടാണ് ആ ദർശനം ദൈവം സംസാരിക്കാൻ രാത്രി വരെ കാത്തിരുന്നത്? So here, why did God wait till night to reveal the vision to reveal the mystery to Daniel? കാര്യം ദാനിയേലിന് ആ സമയത്ത് അന്യഭാഷാ വരമില്ല. Because that time Daniel didn't have the gift of tongues. നിങ്ങളുടെ ബുദ്ധി അഫലമാക്കിയെങ്കിൽ മാത്രമേ ആ ദർശനത്തിലേക്ക് ദാനിയേലിന് കയറാൻ കഴിയത്തുള്ളൂ. Only when our understanding is not working, when our intelligence is not working, that's when we can go into. നിങ്ങൾ വാക്കുകൊണ്ട് രാത്രിയിൽ ദർശനത്തിൽ, എന്റെ അർത്ഥം ദാനിയേൽ ഉറങ്ങിയത് രാത്രിയിലാണ്, ആ സമയത്ത് അത് വെളിപ്പെട്ടു. So here is written, during the night the mystery was revealed to Daniel in a vision. So most probably he was sleeping, and that's when he gets the vision. കാര്യം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴാണോ അൺഫ്രൂട്ടബിൾ ആകുന്നത്, ആ സമയത്താണ് ദൈവത്തിന്റെ ദർശനങ്ങൾ നമ്മളിലേക്ക് ഓവർഫ്ലോ ഉണ്ടാകുന്നത്. So when our understanding is not functioning, that's when the visions and mysteries from God is revealed to us. നോക്കിയേ, പുതിയ നിയമ വിശ്വാസത്തിൽ എത്ര ഭാഗ്യവാന്മാരാ നമ്മള്. So how blessed we are, the New Testament. നിങ്ങൾക്ക് ഉറങ്ങാതെ തന്നെ ഡ്രീംസ് കാണാൻ പറ്റും. Even without sleeping, we can see dreams and visions. കാര്യം നിങ്ങളുടെ മൈൻഡ് അൺഫ്രൂട്ടബിൾ ആയാൽ മതി. We just need to stop thinking in our understanding. കാര്യം ദാനിയേൽ ഇത് ഓപ്പറേറ്റ് ആകുന്നത് വിസ്ഡം വഴിയാണ്. ഗിഫ്റ്റ് ഓഫ് വിസ്ഡം ഉപയോഗിച്ചാണ് ഈ ഡ്രീംസ് എല്ലാം, വിഷൻസ് എല്ലാം ഉണ്ടാകുന്നത്. Daniel is interpreting dreams and visions by operating wisdom and power. നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ പൗലോസ് പറയാ, കൃപാവരങ്ങളെല്ലാം ജ്വലിക്കും. കണ്ടോ? When we speak in tongues, Paul says our other spiritual gifts are burning, or we are fanning into flame. നോക്കിയേ, അപ്പൊ അന്യഭാഷ പറയുമ്പോൾ നമ്മുടെ ബുദ്ധി അഫലമാകുന്നു. When we speak in tongues, our understanding is unfruitful. ഇവിടെ ദാനിയേലിന് രാത്രി വരെ ആ കാര്യത്തെ വെളിപ്പെടുത്തുവാൻ ടൈം എടുത്തുവെങ്കിൽ, here if it took time up to or he had to wait till the night for the mystery to be revealed, നിങ്ങൾക്ക് അത്രയും ടൈം വേണ്ട. we don't need that much. അപ്പൊ നിങ്ങൾ ടങ്സ് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? When we speak in tongues, what happens? നിങ്ങൾ അന്യഭാഷ പറയുന്ന സമയത്ത്, when we speak in tongues, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ബ്ലോക്ക് ആവുക. our understanding is blocked at that time. നിങ്ങളുടെ അകത്ത് ആ സമയത്ത് ഒത്തിരി ദർശനങ്ങൾ വരും. When we are speaking in tongues, many visions will come to our. അത് ഒരാളോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പേടി പറയും, വേണ്ട, ചിലപ്പോൾ തെറ്റായെങ്കിൽ നാണക്കേടാ. But when we want to say to somebody, the fear in us says, no, you may have got it wrong, and then we don't speak anything. അപ്പൊ ഈ ഭയം എവിടുന്നാ വന്നത്? So where did this fear come from? നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അകത്തുനിന്നാണ്. This fear came from our understanding. അപ്പൊ അവിടെയാണ് ഞാൻ യോസേഫിനെ സ്തുതിക്കുന്നത്. And that is why I appreciate Joseph. കാരണം യോസേഫ് മടിയില്ലാതെ അതിനെ പറയാൻ തുടങ്ങി. Because Joseph started speaking his dreams even without hesitating. തന്നെ പരിഹസിച്ചപ്പോഴും കളിയാക്കിയപ്പോഴും താൻ നിർത്തിയില്ല പരിപാടി. Even when they hated him and rebuked him and teased him, he did not stop. നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കരുത്. Don't wait to get a platform. കിട്ടുന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാം നിങ്ങൾ റിവീൽ ചെയ്തുകൊണ്ടിരിക്കണം.
And whatever chance or opportunities you get, start revealing what God is giving you. ഞാൻ നമ്മുടെ നാട്ടിൽ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് When I started ministering back in ഞാൻ India, എന്നെ ഒരാൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ കാത്തിരിക്കത്തില്ലായിരുന്നു. I would not wait for someone to call me for meeting. എവിടെയെങ്കിലും ഒരു 4 കസേരയും ഒരു 3 പേരെയും കിട്ടിയാൽ ഞാൻ അവിടെ പ്രാർത്ഥന വെക്കുമായിരുന്നു. Wherever I got 2-3 people and some chairs, I would start a prayer meeting. എന്റെ ലക്ഷ്യം കൃപാവരങ്ങൾ കൂടുതൽ ജ്വലിപ്പിക്കുക. My aim was to fan into flame the spiritual gifts. നിങ്ങൾ നോക്കുക, അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് അന്യഭാഷാവരം. One of the greatest gifts we have got in the New Testament is the gift of ദാനിയേലിനും യോസേഫിനും ഉറങ്ങിയെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. Daniel and Joseph got these gifts only when they were sleeping. നിങ്ങൾ നോക്കിക്കേ, അവർ അർദ്ധരാത്രിയിലാണ് അത് വെളിപ്പെടുത്തുന്നത് ദർശനത്തില്. See, in the night, that is when they are seeing this vision. കാര്യം ഈ വിസ്ഡം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ നോളജ് അഥവാ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ബ്ലോക്ക് ആവണം. Because if gift of wisdom has to operate, then our understanding should be blocked. ഇനി നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. When we speak in tongues, we are seeing many things. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം. You should note all these things down. നമ്മൾ നോക്കുക, ഞാൻ ആ വാക്യം നമുക്ക് സമയത്തിന്റെ കുറവുകൊണ്ട് എടുക്കുന്നില്ല. അവിടെ പറയുന്നുണ്ട് ഒരേ ദർശനം 2 പ്രാവശ്യം വരുന്നത്, അതായത് ഒരേ സ്വപ്നം 2 പ്രാവശ്യം വരുന്ന കാര്യം ദാനിയേൽ ചോദിക്കുന്നുണ്ട്. രാജാവ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പിന്നെയും അത് കാണുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഒരു വാക്യത്തിൽ. There is a verse there where the king is asking why I am seeing the same thing again and again. അപ്പൊ ദാനിയേൽ പറയുന്നുണ്ട് ഒരു കാര്യം വേഗത്തിൽ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരേ ഡ്രീം പിന്നെയും നിങ്ങൾ കാണും. So Daniel says, if God wants something to happen very quickly, you will see the same dream again and again. അപ്പൊ അടുത്ത ചോദ്യം, ഞാൻ കാണുന്ന ഡ്രീം റിയൽ ആണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? Then the next question you might have is, how can we be sure that the dreams we are seeing are real? അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സംശയം. Isn't that our greatest doubt? ഇവിടെയാണ് യോസേഫിന്റെ പ്രത്യേകത. And here again, Joseph, I appreciate Joseph. താൻ ആ കാണുന്ന ദർശനങ്ങളെ റിവീൽ ചെയ്തുകൊണ്ടിരുന്നു. He started revealing what he നോക്കിക്കേ, was seeing. എപ്പോഴാണോ നിങ്ങൾ കണ്ട കാര്യം ഫുൾഫിൽ ആകുന്നത്? When will what we saw be fulfilled? ഇത് നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. We should keep seeing it. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 9 കൃപാവരങ്ങളും നിങ്ങളുടെ അകത്ത് ജ്വലിക്കണം. One thing we need to understand, all these 9 gifts should operate in us. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയ വിഷൻ കാണുന്ന വ്യക്തിയാണെങ്കിൽ, So suppose you are a person who sees small light visions. ആ വിഷൻ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. Keep sharing those visions. ഇതെല്ലാം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. Keep communicating and speaking about it. ചിലപ്പോൾ നിങ്ങളെ പരിഹസിച്ചേക്കാം. Sometimes people might tease you. യോസെഫിന്റെ സ്വന്തം പിതാവ് പറയുന്നു, അദ്ദേഹത്തെ എന്ത് ചെയ്യുവാണ്, ആ കണ്ട ദർശനത്തെ അപ്പൊ തന്നെ റിജക്ട് ചെയ്യുകയാണ്. Joseph's own father is rebuking and rejecting. സഹോദരന്മാർ ഉപദ്രവിക്കുകയാണ്. His brothers are troubling him, hating him. പക്ഷെ യോസെഫ് നിർത്തിയില്ല. But Joseph didn't stop there. താൻ അത് യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു. കണ്ടോ, He kept on using it. നിങ്ങളൊരു സ്വപ്നക്കാരിയെന്നും പ്രാർത്ഥനക്കാരിയെന്നും പ്രവാചകിയെന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കിയാൽ നിങ്ങൾ കൂടുതൽ ഇത് പിശാചിന്റെ തന്ത്രമാണെന്നും ഇതെനിക്കൊരു പ്രോത്സാഹനമായി നിങ്ങൾ ഏറ്റെടുക്കുവേനെ. If people tease you and call you a dreamer or a prophet in a teasing way, don't take it as a rejection. Take it as a reason to carry on doing it. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവ് എന്താണ് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പം എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെയുള്ള വചനങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ കർത്താവ് പറയുന്നത്. Today when I was praying, God, what should I share with this group? Then the Holy Spirit gave me these verses to share with all of you. അപ്പോൾ ഇത് കേൾക്കുന്നവരെ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ടുള്ളവരാണ്. So those who are hearing, you are all chosen and selected people. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കയറാൻ പറ്റിയത്. And that is why you could come and join us. അപ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ഒരു ഡ്രീം. So a dream that you see. അപ്പോൾ ഇനി ഡ്രീമിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾ ഉറങ്ങേണ്ട ആവശ്യമില്ല. To get into this dream, you don't need to sleep. അതായത് ഡ്രീം പ്രവർത്തിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് വിസ്ഡം എന്ന കൃപാവരത്തിലൂടെയാണ്. Dream works through the gift of wisdom. അതുകൊണ്ടാണ് ദാനിയേൽ കർത്താവ്, നീ എനിക്ക് ജ്ഞാനം തന്നിരിക്കുന്നു.
That's why Daniel says, Lord, you have given me wisdom. നമുക്കിനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് 9 കൃപാവരങ്ങളെ പറ്റി പഠിച്ചപ്പം 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ അകത്ത് ഒന്നാമത്തെ ഗിഫ്റ്റിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടായിരുന്നു. വേർഡ് ഓഫ് വിസ്ഡം, സോറി, ഗിഫ്റ്റ് ഓഫ് വിസ്ഡം, ഗിഫ്റ്റ് ഓഫ് നോളജ് എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത് അല്ലെ, 12ാമത്തെ വാക്യത്തിൽ. സോറി, അതിന്റെ ഞാൻ വേണേ ഇതിൽ വായിക്കാൻ വേണമെങ്കിൽ അതിന്റെ 7ാമത്തെ വാക്യം. Okay, now to each one the manifestation of the Spirit is given for common good. To one there is given through the Spirit a message of wisdom, to another a message of knowledge by means of the same Spirit. നോക്കിക്കേ, To another, അപ്പൊ നിങ്ങൾ ആ വാക്കുകൊണ്ട് വിസ്ഡം എന്നുള്ള വാക്കുണ്ട്, ഗിഫ്റ്റ് ഓഫ് വിസ്ഡം. here did you see the word wisdom, gift of wisdom? അപ്പൊ ഈ വിസ്ഡത്തിലൂടെയാണ് ഡ്രീംസുകൾ ഉണ്ടാകുന്നത് നമുക്ക്. And it's through wisdom that we have dreams. അപ്പൊ ഇത് ഉണ്ടാകണമെങ്കിൽ പഴയ നിയമത്തിൽ ഒരു വ്യക്തി ഉറങ്ങണമായിരുന്നു. In the Old Testament, a person had to sleep to get these. അതുകൊണ്ടാണ് യാക്കോബ് ഉറങ്ങിയപ്പോൾ ഈ സ്വപ്നം കാണുക. And that's why when Joseph slept, he saw this dream. കാരണം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. Because if we are awake, our understanding might block it. അതുകൊണ്ടാണ് അന്യഭാഷ പറയുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അൺഫ്രൂട്ടബിൾ ആയി പോകുന്നത്. And that's why when we are speaking in tongues, our mind is unfruitful. നിങ്ങൾ കൂടുതൽ അന്യഭാഷ പറയുന്നുവെങ്കിൽ If you're speaking more in tongues, നിങ്ങളുടെ വിസ്ഡം കൂടുതൽ ജ്വലിച്ചു വരും. the gift of wisdom will be burning and being used more in us. നിങ്ങൾ കൂടുതൽ അന്യഭാഷ പറയുന്നുവെങ്കിൽ The more we speak in tongues, നിങ്ങളുടെ ഹീലിംഗ് മിനിസ്ട്രി കൂടുതൽ ജ്വലിക്കും. our healing ministry will start operating. കൂടുതൽ നിങ്ങൾ അന്യഭാഷ പറയുന്നുവെങ്കിൽ And the more you speak in tongues, നിങ്ങൾ കൂടുതൽ ഭൂതങ്ങളുടെ മേൽ നിങ്ങളെ പുറത്താക്കുന്നത് കാണാൻ പറ്റും. we'll see more and more demons being we will be driving more and more നിങ്ങൾ demons out. കൂടുതൽ അന്യഭാഷ പറയുന്നില്ല എങ്കിൽ And if you don't speak in tongues ഇത് a lot, ഫ്ലെയിം ആകത്തില്ല. these gifts will not be fanned into flame. അപ്പൊ നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വരും ഡ്രീമിലോട്ട് പോകണമെങ്കിൽ. Then we'll have to sleep to go into a dream. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കർത്താവിൽ ഒരു അത്ഭുതം ഉണ്ടാകണമെങ്കിൽ. Or you have to struggle a lot to see a mighty work of God. നിങ്ങൾക്ക് നമുക്കൊരു ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ We know that when we have to prepare food, നിങ്ങൾക്ക് നല്ലൊരു ഒരു ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ if we want to prepare a good food, നമുക്ക് ഫയർ ആവശ്യമാണ്, തീ ആവശ്യമാണ്. we need fire. നിങ്ങൾ ചെറിയൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് If you light a candle, നിങ്ങളൊരു വെള്ളം ചൂടാക്കാൻ നോക്കിയാൽ if you try to heat water with a ഒരു candle, 3-4 മണിക്കൂർ കൊണ്ടേ ആ വെള്ളം എന്ത് ചെയ്യത്തുള്ളൂ, ചൂടാകത്തുള്ളൂ. it will take hours for the water to boil. എന്നാൽ നിങ്ങൾ ആ മെഴുകുതിരി എടുത്ത് മാറ്റിയിട്ട് But if you remove the candle ഒരു ഗ്യാസ് സ്റ്റൗ വെക്കുവാണെങ്കിൽ and put it on a gas stove, കൂടുതൽ ഫ്ലെയിം അവിടെ ഉണ്ടാവും. there's more flame there, പെട്ടെന്ന് അത് ആക്റ്റീവ് ആവും. and quickly it will be heated up. അപ്പൊ ചില കാര്യങ്ങൾ സ്ലോ ആകുന്നതിന്റെ കാരണം മനസ്സിലായ ഫ്ലെയിം ആകാത്തത് കൊണ്ടാണ്. So now do you understand why some things are very slow in happening in our lives? അപ്പൊ നമ്മൾ അതിനെ ഫ്ലെയിം ചെയ്യുമ്പോൾ വേഗത കൂടും. So when we fan into flame, things will start happening faster in our ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ UK-യിലുള്ളതാണ്. I was speaking to a friend of mine who is in അദ്ദേഹം UK. പ്രാർത്ഥനയിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I believe he is in this meeting. അപ്പൊ അദ്ദേഹം പോയ ഒരു ചർച്ചില് He had gone to a church. അവര് ഒരു സഹോദരി പെട്ടെന്നൊരു ഈ സെപ്റ്റിക് ആയ ശരീരത്തില് One of the sisters, she had she was septic in her body. ശരീരത്തിന്റെ അകത്ത് മുഴുവനും രോഗം വ്യാപരിച്ചു. ഓരോ അവയവങ്ങൾ ഇങ്ങനെ ഡാമേജ് ആകാൻ തുടങ്ങി. All her internal organs were starting to be 2 വിരലുകൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു. and 2 of her fingers had to be cut off. ഇത് ശരീരം മുഴുവൻ സ്പ്രെഡ് ആകാൻ തുടങ്ങി. Because this infection was spreading in her. ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ പയ്യെ ഷട്ട് ഡൗൺ ആകാൻ തുടങ്ങി. And one by one, all the organs in her body were shutting down. നോക്കിക്കേ, അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോ ഒന്നുമില്ല, ഫ്യൂണറലിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. So doctor said there's nothing more they could do. Start preparing. അപ്പൊ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. So they called me and said, "Can you pray for this?" ഒരു കുഴപ്പമില്ലാതിരുന്ന ഒരാളെ പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. She had no problem before that. Suddenly she had this infection in her body. ഇത് നേരത്തെ നടന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ സംസാരിച്ചപ്പോൾ അതിനോട് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത ബ്രദർ പറയുമായിരുന്നു,
This had happened some time back, but when I was speaking to that brother today, he explained ഞങ്ങൾ what ആ had വ്യക്തിക്ക് happened. വേണ്ടി പ്രാർത്ഥിച്ചു. I prayed for that person. ഫ്യൂണറലിന് വേണ്ടി എല്ലാം ചെയ്തോളാൻ പറഞ്ഞ ആ വ്യക്തി The same person for whom the doctor has said there's nothing more we can do. അവയവങ്ങളെല്ലാം ഇങ്ങനെ ഡാമേജ് ആയി പൊക്കോണ്ടിരുന്ന വ്യക്തി, ഓഫായി പൊക്കോണ്ടിരുന്ന വ്യക്തി, All her organs were failing and shutting down. പെട്ടെന്ന് ശരീരം മുഴുവൻ ആക്റ്റീവ് ആവാൻ തുടങ്ങി. Suddenly her body got activated. അപ്പൊ ഫ്യൂണറൽ തീരുമാനിച്ചുകൊണ്ടിരുന്ന ആള് ഡിസ്ചാർജ് ആയി ഇപ്പൊ വീട്ടിൽ വന്നു. One hand, her funeral was being prepared. On the other hand, there was a miracle that took place. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? So what is happening here? What's the difference? നമുക്ക് കാണാത്തൊരു അദൃശ്യ മണ്ഡലത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവർത്തിക്കുന്നുണ്ട്. Because in an unseen world, your prayers are working. ഇത് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മേഖലയിലല്ല. This is not happening in this visible realm. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വിശ്വാസിയാണെങ്കിൽ നിങ്ങളകത്ത് പവർ വ്യാപരിക്കുന്നുണ്ട്. If you are a saved believer, then there is power working in you. ഇതിനെ ഫ്ലെയിം ചെയ്യണം. You need to fan it into flame. നോക്കിക്കേ, യോസേഫ് നേരം വെളുക്കുമ്പം അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ താൻ കാണുന്ന സ്വപ്നങ്ങളെ ഓടി വന്ന് പറയുക. So when you see Joseph is a young person and whatever dream he's seeing, he's coming and saying. അവിടെ ആരും എൻകറേജ് ചെയ്യുന്നില്ല. Nobody is there to encourage him. പക്ഷെ യോസേഫിന് ഒരു പരാതിയില്ല. But Joseph has no complaints. കാര്യം യോസേഫിന്റെ അകത്ത് കിട്ടിയ ഗിഫ്റ്റിനെ യോസേഫ് യൂസ് ചെയ്യുമ്പോൾ അത് ഷാർപ്പായിക്കൊണ്ടിരിക്കുകയാണ്. Because the gift that Joseph had, he's using it and is getting sharper. അതുകൊണ്ടാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് അടുത്ത വാക്യത്തിൽ താൻ കാരാഗൃഹത്തിന്റെ അകത്ത് കിടക്കുന്ന സമയത്ത് താൻ അടുത്ത് നിങ്ങൾ ആദ്യം 17-ാമത്തെ വയസ്സിൽ കണ്ട ആളെ പോലെയല്ല, താൻ കുറച്ചും കൂടെ ഷാർപ്പായി മാറി. So when we see that when Joseph is in the prison, ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ, Genesis chapter 41, 2 and 3, we see that Joseph is much more sharper there. നോക്കി, ഇവിടെ അനന്തരം മിസ്രൈമിൻ രാജാവ് പാനപാത്രക്കാരനും അപ്പക്കാരനുമായ മിസ്രൈം രാജാവ് നമ്മുടെ യജമാനെ കുറ്റം ചെയ്തു. ഫറവോൻ പാനപാത്രക്കാരനെ, ഞാൻ അത് മുഴുവൻ സ്കിപ്പ് ചെയ്ത് പോവാണേ, അപ്പൊ നമുക്ക് അറിയാവുന്ന വാക്കാണ്. അങ്ങനെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസേഫ് ബന്ധനായി കിടക്കുമ്പോൾ കാരാഗൃഹത്തിലാക്കി അകമ്പടി നായകൻ അവനെ യോസേഫിന്റെ പക്കൽ ഏൽപ്പിച്ചു. അതിനകത്ത് ഫുള്ള് സ്കിപ്പ് ചെയ്യണം ആ വാക്യം. നമുക്ക് ആ താഴേക്ക് വരുന്ന ഒരു ഭാഗത്തിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ്. അവിടെ ഒരു 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവനോട് ഞങ്ങളൊരു സ്വപ്നം കണ്ട് വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. അതിന്റെ 40-ന്റെ 8 ഉൽപ്പത്തിയെ. സ്വപ്നം കണ്ടു വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസേഫ് അവനോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, അത് എന്നോട് പറയുവിനെന്നോട് യോസേഫ് പറയുകയാണ്. So here we see in Genesis chapter 40 that Joseph is in a prison with two of the king's officials, and they are seeing a dream and they are saying, oh, we both had dreams but no one to interpret it. And then Joseph says, doesn't interpretation belong to the Lord? Tell me your dreams. കണ്ടോ? അപ്പൊ ദൈവത്തിന് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ യോസേഫ് പറയാണ്, അതേ സെയിം എബിലിറ്റി എനിക്കും ഉണ്ട്. കണ്ടോ? So Joseph is saying, God can interpret dreams and I have the same ability. Tell me the dreams. കാര്യം സെയിം സ്പിരിറ്റ് യോസഫിന്റെ അകത്തുണ്ട്. Because the same spirit is in Joseph. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇന്നലെ പറഞ്ഞു സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും നമസ്കരിക്കുന്ന ഒരു സ്വപ്നം കണ്ടയാള് ഇന്ന് അതിനെ വ്യാഖ്യാനിക്കുന്ന ലെവലിലേക്ക് മാറിയിരിക്കുന്നു. So can you see a young Joseph who only saw dreams at that point, that sun, moon and the stars are bowing to him. Today when he's older, he's become sharper and now he's able to interpret other people's dreams. അതായത് വിസ്ഡത്തിൽ ആരംഭിച്ചയാള് നോളജിലേക്ക് വന്നിരിക്കുക. So the person who started in wisdom has now moved on to knowledge. കണ്ടോ, അന്ന് തന്റെ സഹോദരന്മാര് തന്നെ ഉപദ്രവിച്ചപ്പോൾ, തന്റെ അപ്പൻ തന്നെ റിജക്ട് ചെയ്തപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് തനിക്ക് ഇതിനെ വ്യാഖ്യാനിക്കുന്ന ലെവലിലേക്ക് കയറി വരാൻ പറ്റുമായിരുന്നോ? So if that time, if he had stopped operating in the gifts, would he have come to this level where he was able to interpret dreams? രണ്ട് കാര്യം, അന്യഭാഷ പറയണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകളെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. So two things: speak in tongues and use whatever platforms or opportunities you get. മുമ്പിൽ വരുന്ന വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുക. Speak to the person who comes in front of you. യോസേഫിനെ പോലെ നമുക്കാകാം.
We can become like Joseph. തനിക്ക് പറഞ്ഞപ്പോ കളിയാക്കും പരിഹാസവും ഉപദ്രവം കിട്ടിയിട്ടും താൻ നിർത്തിയില്ല. Even though he got teasing and hatred and rebuke, he was rebuked, he didn't stop. അതിന്റെ 12ാമത്തെ വാക്യത്തിൽ പറഞ്ഞ യോസേഫ് അവരോട് പറയുകയാണ്, അതിന്റെ അർത്ഥം ഇതാകുന്നു എന്ന് പറയുകയാണ്. And so in verse 12 of chapter 40, we can see Joseph is interpreting the dream for them. കാരണം വളരെ ഈസി ആയിട്ട് യോസേഫ് ഇപ്പൊ വ്യാഖ്യാനിക്കുക. And easily Joseph is interpreting the dreams. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ, യൂസ് ചെയ്യുന്നതനുസരിച്ച് ഷാർപ്പ് ആയിക്കൊണ്ടിരിക്കും. So do you now understand? The more you use it, the more your gifts are sharp. പറയാതിരിക്കും തോറും അവിടെ ഇരിക്കത്തേ ഉള്ളൂ. If you don't say anything, it will be buried there. ഇപ്പൊ യോസേഫ് ആരായി മാറി? വേഗത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളായി മാറിയിരിക്കുക. So now Joseph has grown to that level that quickly he is able to interpret dreams. നോക്കിയേ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും അതിന്റെ ഉൽപ്പത്തി 41 പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന വാക്യമാണ്. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടെത്തുന്നാൽ അവൻ നദീതേന സ്വപ്നമൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്തു പോവാണ്, ടൈമിൽ കുറവുണ്ട്. ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. അതെന്ത് സ്വപ്നമാണെന്നും നോക്കിക്കേ, അവൻ പിന്നെയും ഇറങ്ങി രണ്ടാമത് ഒരു സ്വപ്നം കണ്ടു, പുഷ്ടിയുള്ളതും. ആ സ്വപ്നമല്ല, ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തു. So we come to chapter 41. We are skipping all the dreams. The Pharaoh sees after 2 full years. So Pharaoh starts seeing dreams. നോക്കിക്കേ, അപ്പൊ ഈ ഡ്രീം കണ്ടിട്ട് ഫറവോന് മനസ്സിലാകുന്നില്ല ഇതിന്റെ അർത്ഥം. And Pharaoh is seeing this dream and he is not understanding what he saw. 11ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ വെച്ച് ഞാനും അവനും ഒരു സ്വപ്നം, അവിടെ വെച്ച് അതായത് ആ പാനപാത്രവാഹനായ മനുഷ്യൻ പറയുകയാണ്, അവിടെ വെച്ച് ഞാനും അവനും ഒരു രാത്രി തന്നെ സ്വപ്നം കണ്ടു. വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തരും കണ്ടത്. അവിടെ അകമ്പടി നായകന്റെ ദാസനായ ഒരു എബ്രായ, ഒരു 11 വായിക്കുന്നത്, എബ്രായ യവനക്കാരൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അറിയിച്ചതിനെ അവൻ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. ഓരോരുത്തൻ താന്താന്റെ സ്വപ്നത്തിന്റെ അർത്ഥവും പറഞ്ഞു തന്നു. അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ശ്രദ്ധിച്ചേ. So here, when Pharaoh is seeing dreams and not understanding, the chief cupbearer who was in the prison with Joseph is narrating what had happened to him and the baker and how they had seen 2 different dreams and how Joseph had interpreted it. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ റിയൽ ആണോ എന്ന് അറിയണമെങ്കിൽ ഇത് എപ്പോൾ സംഭവിക്കുന്നു നോക്കിക്കേ. So if you want to know whether the dreams you're seeing are real or not, you have to see when it is happening. ആ വാക്കുണ്ടോ, അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. Can you see the cupbearer is saying just as he said, those things happened. അടുത്ത വാക്യത്തിൽ ഉടനെ ഫറവോൻ ആളെ അയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവൻ വേഗത്തിൽ കുണ്ടറയിലേക്ക് ഇറങ്ങി ചെന്നു, ഈ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറ്റി ഫറവോനിലേക്ക് കൊണ്ടുവന്നു. So in the next verse we see Joseph immediately sends for Joseph. Pharaoh immediately sends for Joseph, gets him cleaned and shaved and brings spiritual gift നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ, if you start using your spiritual നിങ്ങൾക്ക് കൊട്ടാരങ്ങളിലേക്ക് ആക്സസ് ഉണ്ടാവും. You will have access to the palace. തുടങ്ങിയത് എവിടുന്ന? വീടിന്റെ അകത്തുനിന്നാ. Where did he start? From his home. ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? കൊട്ടാരത്തിന്റെ അകത്ത്. Where is he standing now? In Pharaoh's palace. വീടിന്റെ അകത്ത് പറഞ്ഞു തുടങ്ങിയ കൃപാവരത്തെ what he started using in his own home, ഇന്ന് നിൽക്കുന്നത് കൊട്ടാരത്തിന്റെ അകത്താണ്. today he is standing in the palace. അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് വിസ്ഡങ്ങൾ, നോളജുകൾ ഇതെല്ലാം ജ്വലിക്കാൻ തുടങ്ങും. When you speak in tongues, wisdom and knowledge is being fanned into flame. അന്യഭാഷ പറയണമെന്ന് പറയാൻ കാരണം, the reason we say speak in tongues, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴാണ് അൺഫ്രൂട്ടബിൾ ആകുന്നത്? when your understanding becomes unfruitful. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അകത്താണ് നമുക്ക് ഭയം, ഭാരം, ടെൻഷൻ ഇതെല്ലാം വരുന്നത്. The reason is that it's in our understanding that we have fire, we have tension, we have fear, unbelief, anxiety, unbelief. Everything is in our understanding. മനുഷ്യന്റെ ജ്ഞാനമൊക്കെ വരുന്നത് ഇവിടെയാ. Human brain, intelligence, everything it comes here. ഞാൻ പലപ്പോഴും പറഞ്ഞു, അന്യഭാഷ പറഞ്ഞിങ്ങനെ ഫയറിൽ വരുമ്പോൾ ചിലർ തന്നെ പ്രവചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many times when people are on fire after they have spoken in tongues, they start prophesying without them realizing. അതുവരെ ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ ചാടി പ്രവചിക്കാൻ തുടങ്ങി ഞാൻ കണ്ടിട്ടുണ്ട്.
I have seen people up to that point, they are begging, oh brother, please pray for me. And when they are on fire after speaking in tongues, they are then prophesying confidently. അതിന്റെ കാരണം അവരുടെ ഭയത്തെ ആ അന്യഭാഷ അല്ലെങ്കിൽ അവിടെ ഓവർകം ചെയ്യുകയാണ്. That's because they have overcome their fear by speaking in tongues. അടുത്ത വാക്യത്തിൽ പറഞ്ഞ 15-ാം വാക്യത്തിൽ പറഞ്ഞപ്പോൾ യോസേഫ് എവിടെ വന്നു? കൊട്ടാരത്തിൽ വന്നു. ഫറവോൻ ചോദിക്കുകയാണ് യോസേഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല, എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. So Pharaoh says to Joseph that I have had a dream, nobody is there to interpret, but I have heard about you that you can interpret it. അടുത്ത വാക്യത്തിൽ പറഞ്ഞതിന് യോസേഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോനോട് ശുഭമായൊരു ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. So Joseph says, it's not me, but God will give you the answer he desires. നോക്കിക്കുക, അപ്പൊ ദൈവത്തിന് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വേർഡ് ഓഫ് വിസ്ഡം എന്ന കൃപാവരത്തിലൂടെ യോസേഫിന് കാണാൻ പറ്റും. So what Holy Spirit can see through the gift of wisdom and knowledge, it is given to Joseph. അപ്പൊ നിങ്ങൾക്ക് അന്യഭാഷ വരം നിങ്ങൾക്കുള്ള വ്യക്തിയാണെങ്കിൽ, so if you have the gift of tongues, നിങ്ങളിപ്പോ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാന്ന് വിചാരിച്ചു. Suppose you are praying for a matter. നിങ്ങൾക്ക് വേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ സൊല്യൂഷനാ വേണ്ടത്. What you need is solution. എന്താണ് ഇതിന്റെ ബ്ലോക്ക്? അതിന്റെ അവിടുന്ന് ആ ബ്ലോക്ക് നീങ്ങണം നിങ്ങളുടെ ആഗ്രഹം. Your desire is whatever is a hindrance that should be removed from. നിങ്ങൾ ആ വിഷയം വെച്ചുകൊണ്ട് അന്യഭാഷ പറയുമ്പോൾ, if you keep that matter in front of you and speak in tongues, നിങ്ങൾ ശ്രദ്ധിച്ചോളാം, അന്യഭാഷ പറയുമ്പോൾ when you speak in tongues, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ സമയത്ത് Holy Spirit is helping you during that. അവിടെ തന്നെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ തന്നിരിക്കുന്ന കൃപാവരങ്ങളിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. What is happening is through the gifts God has given you, this starts operating. അപ്പൊ ദൈവം പറയുന്ന കാര്യങ്ങളെ ഈ കൃപാവരങ്ങൾ ഇങ്ങനെ വലിച്ചെടുക്കും. So what God is saying, the gifts that you have, it pulls or downloads what God is saying. നമ്മുടെ മൊബൈലിന്റെ ഈ ഒരു എന്താ പറയുന്നത്, അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ റേഞ്ചിന്റെ എന്താ പറയുന്നത്, നമ്മുടെ സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ പിടിച്ചെടുക്കുന്നത് പോലെ. Just like our mobile phone downloads all the signals that is സിഗ്നൽ, അത് തന്നെ സിഗ്നൽ പിടിച്ചെടുക്കുന്നത് പോലെ ദൈവം പറയുന്ന കാര്യങ്ങളെ ഇത് പിടിച്ചെടുക്കും. So just like our mobile phone gets the signals from the transmitting stations, we also get the signals downloaded from God. ഇപ്പൊ ഫറവോൻ കണ്ട സ്വപ്നത്തെ യോസേഫ് കാണുക, കണ്ടോ? So what Pharaoh saw, the dream that Pharaoh saw, Joseph is seeing now. നോക്കിക്കേ, അപ്പൊ യോസേഫ് ഇത് കാണുമ്പോൾ വേർഡ് ഓഫ് വിസ്ഡം ഉപയോഗിച്ചാണ് ഈ കഴിഞ്ഞു പോയ കാര്യം കാണുന്നത്. So Joseph is using the gift of wisdom or word of wisdom and seeing what Pharaoh saw. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഗിഫ്റ്റ് ഓഫ് നോളജ് ആവശ്യമാണ്. And to interpret it, he needs the gift of knowledge. അതുകൊണ്ടാണ് ആ വ്യക്തി പറഞ്ഞത് ഇവന് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാൻ കഴിയും. And that is why he's saying Joseph is able to interpret dreams. നോക്കുക പറയണം, അപ്പൊ ഇത് ദൈവത്തിന് മാത്രം പറ്റുന്ന കഴിവാണ്. And this is something that only God can do. എന്നാൽ ദൈവം എനിക്കത് വെളിപ്പെടുത്തും. And Pharaoh and Joseph says, but God will give it. നിങ്ങൾ താഴേക്ക് വരുമ്പോൾ കാണാൻ പറ്റും, ദൈവം ആ സ്വപ്നത്തെ മുഴുവൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. And if you read further, chapter 41, that Joseph is able to interpret the dream. അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞപ്പോൾ യോസേഫ് ഫറവോനോട്, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ, താൻ ചെയ്യുവാൻ ഭാവിക്കുന്ന ദൈവം ഫറവോനോട് വെളിപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞു. And in verse 25 we see the dreams of Pharaoh are one and the same. God has revealed to Pharaoh what he's about. ഇതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നേർത്ത കുതിരകളും 7 നല്ല കുതിരകളെയും വിഴുങ്ങിക്കളഞ്ഞു, ഇത് ഞാൻ മന്ത്രവാദിയോട് പറഞ്ഞു, എന്നാൽ അവർക്കത് വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. Earlier in verse 24 we see that Pharaoh tells the dream to the magicians, but they could not explain it to him. നോക്കിക്കേ, അപ്പം അവർക്ക് എന്തില്ല? അവർക്ക് ഗിഫ്റ്റ് ഓഫ് നോളജ് ഇല്ല. ഒരു സ്വപ്നത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. The magicians don't have the capacity or ability to interpret the dreams. അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. Because they don't have the gift of knowledge. That is only something that God can do. ഇനി 32-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഫറവോൻ സ്വപ്നം 2 വട്ടം ഉണ്ടായ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ നോക്കി. ആ വാക്യം പറഞ്ഞു, ഈ ഫറവോൻ പറയാണ് 2 വട്ടം ഈ സ്വപ്നം ഉണ്ടായി, 2 വട്ടം ഒരേ സ്വപ്നം ഉണ്ടായി.
So Pharaoh sees the same dream twice. അപ്പൊ അവിടെ പറഞ്ഞത് ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കുന്നത് കൊണ്ട് ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കുന്നതുകൊണ്ടാണ് 2 വട്ടം കാണുന്നത്. And in verse 32 we see the reason the dream was given to Pharaoh in 2 forms is that matter has been firmly decided by God and God will do it. നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ ഒരേ കാര്യം പല തവണ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അന്യഭാഷ പറയുമ്പോൾ, ഇനി ശ്രദ്ധിക്കണം അന്യഭാഷ പറയുമ്പോൾ. So if you pay attention when you speak in tongues, if you're seeing the same thing many times when you speak in tongues, ഇനി നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഉറങ്ങാതെ ഡ്രീം കാണും. and from now on when you speak in tongues, pay attention, you without sleeping also you will see dreams. അപ്പോൾ നിങ്ങൾ അന്യഭാഷ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. You should keep speaking in tongues. ഞാനൊരു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വേറൊരു സിറ്റുവേഷൻ്റെ അകത്തൂടെ കടന്നു പോകുമായിരുന്നു. Once I was going through a particular situation in my ഞാൻ life ആ വിഷയത്തിന് വേണ്ടി അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ and I was speaking in tongues over that matter. ഒത്തിരി വിഷനുകൾ ഇങ്ങനെ വരുക. I saw many visions. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് യുകെയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. I was in UK praying അപ്പോൾ ഞാനൊരു ദർശനം കാണുന്നത്, and I saw a vision. നമ്മുടെ ക്വീൻ എലിസബത്തിന്റെ മേലേക്ക് ഒരു ലൈറ്റ് വരുന്നൊരു കാഴ്ച ഞാൻ കാണുക. I saw a vision that a light was shining on Queen Elizabeth. എന്നാൽ ചുറ്റുമുള്ള ആൾക്കാരുടെ മേലേക്ക് ആ ലൈറ്റ് വരുന്നില്ല. But the light was not shining on the other people around her. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം അതല്ല. But I wasn't praying about that particular thing. ഞാൻ ക്വീൻ എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നേ ഇല്ല ആ സമയത്ത്. At that point I wasn't praying for Queen എന്റെ Elizabeth. വിഷയം വേറെ കാര്യമായിരുന്നു. I had another problem and I was praying for that. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് വലിയ ശ്രദ്ധ കൊടുത്തു. കാര്യം ഞാൻ വേറെ സീരിയസ് മാറ്ററിൽ ആയിപ്പിരിക്കുവാണ്. ഒരു പെട്ടെന്നൊരു And because I was in a very serious situation, I didn't pay attention to the vision I was seeing. അതിനുശേഷം ഒരു 3 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞിട്ട് And after that, after 3 or 4 days, പെട്ടെന്ന് നമ്മൾ കേട്ടു ക്വീൻ എലിസബത്ത് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. we heard that Queen Elizabeth had passed away. കണ്ടോ? അപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷൻ അല്ലാതെ വേറെ വിഷനുകൾ വരും നമ്മളിലൂടെ. So we see when we are praying for something else, other visions do come in. അപ്പോൾ നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്തൊക്കെയായി കാണുന്നത്. So that's why when you pray in tongues, pay attention to all the things that you are seeing. അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ ഈ കൃപാവരങ്ങളെല്ലാം ഗ്യാസയിൽ തീ കൂട്ടുന്നത് പോലെ ഫ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. Because when you speak in tongues, it's just like you're fanning into flame, you're putting your gifts on a gas stove. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള സിഗ്നലുകൾ ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക നിങ്ങള്. You're downloading all the signals that you're getting from God. അപ്പോൾ എന്തൊക്കെ കാണുന്നു അതെല്ലാം എഴുതി വെക്കണം. And whatever you see, write it down. എന്തുകൊണ്ടെന്നൊരു സ്വപ്നങ്ങളിലൂടെ ദൈവം ഇടപെടുന്നത്. You know why God speaks through dreams? നിങ്ങളുടെ ബുദ്ധി അഫലമാകാത്തത് കൊണ്ടാ. It's because when you're awake, your mind is still very active. നിങ്ങൾ ടങ്സ് പറയുവാണെങ്കിൽ പകലും നിങ്ങൾ ഡ്രീംസ് കാണും. If you speak in tongues, even in the daytime, you will see dreams. നിങ്ങൾ ഉറങ്ങാതെ ഡ്രീംസ് കാണും. നിങ്ങൾ even without sleeping, you'll see dreams. കാര്യം ദാനിയേലിന് അർദ്ധരാത്രിയിൽ എന്ത് ചെയ്തു കണ്ട്. Just like Daniel had to wait till the night to see it. ഇവിടെ യോസേഫ് അതെങ്ങനെ വ്യാഖ്യാനിക്കുന്നുള്ള ടൈം ഇവിടെ കാണിക്കുന്നില്ല. Here it's not written when Joseph interprets it. ഇത് എപ്പോഴാണ് യോസേഫ് വന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല. We don't know at what time Joseph is coming and എന്നാൽ ദാനിയേൽ പറയുന്ന വെച്ചാണെങ്കിൽ but as per Daniel, ഈ ഡ്രീംസിന്റെ വ്യാഖ്യാനം എല്ലാം ഉണ്ടാകുന്നത് ഇവര് ഡ്രീം കാണുന്നതാ. The interpretation of dreams or mysteries revealed when they see a dream. ഒന്നെങ്കിൽ ഇവര് കണ്ടതിനെ പിറ്റേ ദിവസം വന്ന് റിവീൽ ചെയ്യുന്നതായിരിക്കാം. Usually they come it may be they are revealing it the next day after they have seen the അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് ഇവരുടെ അകത്ത് ഈ കൃപാവരം ജ്വലിച്ചിട്ടുണ്ട്. or they have used it and this gift has been fanned into flame. അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ച അന്യഭാഷ പറയുമ്പോൾ ഒരു കാര്യം തന്നെ പലതവണ കാണുന്നെങ്കിൽ, so if you're speaking in tongues and if you're seeing the same thing many times, ഇവിടെ നോക്കിക്കേ വേഗത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് കാണിക്കുന്നതാ. കണ്ടോ? it here according to verse 32 it's meaning that God will do it soon. എന്നാൽ ചില ഒരു കാഴ്ചകൾ മാത്രമാണ് പോകുന്നതെങ്കിൽ ഈ വചനപ്രകാരം അത് പിന്നെ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ്. And sometimes you see it only once, then as per this
worse, it may be something that's going to happen in the future. ഇനി ശ്രദ്ധിച്ചോണേ. ഇപ്പൊ കാര്യം മനസ്സിലായ, ഒരേ കാഴ്ചകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരുന്നുണ്ടെങ്കിൽ വേഗം സംഭവിക്കാൻ പോകുന്നതും സ്ലോയിൽ കാണുന്നുണ്ടെങ്കിൽ അത് പിന്നെ എപ്പോഴേലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. So if you're seeing the same thing again and again, that means it's going to happen soon. But if you're seeing something isolated, then it might be something that will happen in the future. കണ്ടോ? അപ്പൊ രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് ഇതെല്ലാം നടക്കുന്നില്ലെങ്കിൽ ഇതൊരു അത്ഭുതമല്ലേ? So now do you understand? If all these things don't happen in the life of a believer, it is a very surprising thing. എന്തുകൊണ്ടാണ് നടക്കാത്തത് ഇപ്പൊ മനസ്സിലായോ? Do you know why it's not happening? യോസേഫിനെ പോലെ നിങ്ങൾ പറയാത്തത് കൊണ്ടാണ്. It's because you're not saying and speaking it out like Joseph. നിങ്ങൾ നോക്കി, യോസേഫ് തന്റെ വീടിന്റെ അകത്ത് തന്നെയാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. Here Joseph is starting and using it in his own home. ഇപ്പൊ താൻ നിൽക്കുന്നത് കൊട്ടാരത്തിലാണ്. കണ്ടോ? But now he's in the palace. കണ്ടോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്ത് ആദ്യം പ്രവചിച്ചു തുടങ്ങണം. So first you should start preaching, prophesying in your own home. നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് നിങ്ങൾ സംസാരിക്കണം. Start speaking to the people around you. അന്യഭാഷ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ക്യാച്ച് ചെയ്തെടുക്കണം. Speak in tongues and get the mysteries revealed. ഞാൻ നിങ്ങളുടെ സമയം ഒത്തിരി കവർന്നെടുത്തോ? Have I taken a lot of your time? എനിക്ക് ഒത്തിരി സമയം നമ്മൾ മുന്നോട്ട് പോയല്ലേ? Yeah, we have overshot in our time. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാം. We'll close it quickly. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നോക്കിക്കേ, ഇവിടെ മർക്കൂസിൽ പറയുന്നു അവർ പുതുഭാഷയിൽ സംസാരിച്ചു. And Mark, we see that they spoke in new tongues. നമ്മൾ ഇന്ന് കേട്ടത് ഡ്രീംസ് മാത്രമാണ് കേട്ടോ. ഒത്തിരി ബാക്കി കൃപാവരമുണ്ട്. There are many other dreams and other gifts, but today we heard only about dreams. അപ്പൊ പഴയ നിയമത്തിൽ ഉറങ്ങുമ്പോൾ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഡ്രീംസുകൾ, so in the Old Testament, only what the dreams that they got only when they were sleeping. നിങ്ങൾക്ക് ഉണർന്നിരിക്കുമ്പോൾ ഡ്രീംസിലേക്ക് വരാൻ പറ്റും. We can come to dreams and visions while we awake. നിങ്ങൾ ടങ്സ് പറയുന്ന സമയത്ത്, when we speak in tongues, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കുറെ സമയം കഴിയുമ്പോൾ നമ്മുടെ കൺട്രോളിൽ നിന്ന് അങ്ങ് പോകും. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. If you pay attention, if you're speaking in tongues, after some time you lose the control. നമ്മൾ ഡീസന്റ് ആയിട്ടൊക്കെയാ പറഞ്ഞു തുടങ്ങുന്നത്. Maybe you were speaking very decently, quietly. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബെന്നിവാറിന്റെ വീട്ടിൽ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത്, the other day when we were in Benny brother's house and speaking in tongues, ഞങ്ങൾ വളരെ സൗമ്യമായിട്ടാണ് അന്യഭാഷ പറഞ്ഞു തുടങ്ങിയത്. we started speaking in tongues very softly. കുറെ കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തിപ്പുറത്തുള്ള ഇംഗ്ലീഷ് ഫാമിലികൾ, after some time the neighbors they came. അവർ വന്നിട്ട് വാതിലെ ഭയങ്കര കൊട്ടാൻ തുടങ്ങി. They started knocking on the door. അവർ ചോദിക്കുവാണ്, ഇവിടെ എന്നാ വഴക്കാണോ എന്ന് ചോദിച്ചു. They asked, are you having an argument in this house? ഞങ്ങൾ തുറക്കാൻ 5 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ, if we were late in opening the door, 2 വണ്ടി പോലീസ് അവിടെ വന്നേനെ. maybe they would have called the police. അവർ ഉറപ്പായിട്ടും പോലീസിനെ വിളിച്ചേനെ. They would have definitely called the police, thinking there's some argument happening. അപ്പൊ ബെന്നി ബ്രദറോട് പറയണം, ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമായിരുന്നു. So Benny brother told his neighbors that we were speaking in tongues. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് പയ്യെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല? So they said, why can't you speak softly? അപ്പൊ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ലിനി സിസ്റ്റർ അല്ല, ഞങ്ങൾ പരസ്പരം ചോദിച്ചു, നമുക്ക് എന്തുകൊണ്ട് പയ്യെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല? We asked each other, why are we not able to speak softly? നമ്മൾ തുടങ്ങിയത് പയ്യെ അല്ലേ? Didn't we start softly? പിന്നെ എങ്ങനെയാണ് ഇത് ഹൈ പിച്ചിലോട്ട് കയറിപ്പോയത്? How did it become so loud after some time? കാരണം നിങ്ങളുടെ ബുദ്ധി അഫലമാകുമ്പോ, because when our mind is നിങ്ങളുടെ ശരീരത്തിന്റെ കൺട്രോൾ കയ്യിന്ന് പോകും. the control over our body, ഈ ടൈമിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. കണ്ടോ? and this is when communication takes place. ഈ സമയമാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അന്യഭാഷയുടെ. And this is the time that we should encourage in speaking in tongues. ഈ ടൈമിലാണ് നമ്മുടെ എല്ലാ കൃപാവരങ്ങളും ഭയങ്കര ഷാർപ്പാകാൻ തുടങ്ങുന്നത്. And this is the time when all the spiritual gifts become very sharp. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? Do you understand now? ഇതുകൊണ്ടാണ് സ്വപ്നത്തിലൂടെ ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നത്. And that is why in the past God had to communicate through dreams. ഇത് ഇപ്പൊ നടക്കാൻ പറ്റും. ഈ സെക്കൻഡിൽ നടക്കും. This can happen now in this. നിങ്ങൾ അന്യഭാഷ ഒന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, ഓ ഷാൽക്കട്ട റാമ, നിങ്ങൾ അന്യഭാഷ പറയാൻ തുടങ്ങിയാൽ
ഞാൻ പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് in the past, when I was traveling in the train, ഞാൻ വിശ്വാസി വന്നതിന് ശേഷം കോട്ടയത്ത് നിന്ന്, ഞാൻ സ്ഥലമൊന്നും പറഞ്ഞത് പലർക്കും മനസ്സിലാകത്തില്ലെങ്കിൽ, കോട്ടയത്ത് ഞാൻ തൃശ്ശൂർ യാത്ര ചെയ്യുമായിരുന്നു പണ്ട്. I was traveling from Kottayam to Thrissur. ഞാനൊരു ഇങ്ങനെ വർഷിപ്പ് സോങ് ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് കേട്ടോണ്ടിരിക്കുവായിരുന്നു. I had put a worship song and I was listening to it with the ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ പയ്യെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. And in my heart I was speaking in tongues. അതിന്റെ ഏതോ ഒരു വരി വന്നപ്പോൾ, and one particular stanza, a verse or sentence in the song, പെട്ടെന്ന് എൻ്റെ അകത്തൊരു സ്പാർക്ക് ഉണ്ടായി. there was a spark in me. ഞാൻ ട്രെയിനിൽ നിന്ന് ചാടി എന്നുകൊണ്ട് അന്യഭാഷ പറഞ്ഞു. I just jumped in that train and I started speaking in tongues. എല്ലാരും എന്നെ നോക്കി. Everybody started looking at me. പെട്ടെന്ന് ഞാൻ പരിസരബോധം മറന്നുപോയി. So I suddenly forgot what was happening around me. ഇതാണ് നിങ്ങളുടെ ഗിഫ്റ്റിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. And this is when you are moving from the natural into the ഇങ്ങനെ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, if like this, if you start speaking, നിങ്ങളുടെ കൺട്രോളിൽ നിന്നും പരിശുദ്ധാത്മാവ് നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യുന്ന മൂഡിലേക്ക് നിങ്ങൾ പോയാൽ, the Holy Spirit will take over your body. നിങ്ങൾ ഉറങ്ങാതെ ഡ്രീംസ് കാണും. Without even sleeping, you will see dreams and visions. അതുകൊണ്ടാണ് ഭയങ്കര ആരാധനയ്ക്കകത്ത് ഈ കൃപാവരങ്ങൾ വെളിപ്പെടാൻ കാരണം. And that is why when we are having deep worship, that's when the gifts start operating. Thank you, Holy Spirit. Thank you, Lord. നിങ്ങൾക്ക് സന്തോഷമായിരുന്നു കേട്ടതിൽ? Were you happy in what you learned and heard today? സന്തോഷമായിരുന്നു? Were you all happy? ആരും പറയുന്നില്ല. You can unmute and say or type it. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സമയം രാത്രി 2:30 ആയിട്ടുണ്ട്. Thank you. Amen. We know it's a bit late in India. എങ്കിലും കർത്താവ് നിങ്ങൾക്ക് ഇതെല്ലാം കേൾക്കാൻ കൃപ തന്നല്ലോ. But God gave us the opportunity to listen to this. ഈ അന്യഭാഷയ്ക്കകത്ത് ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അന്യഭാഷയുടെ വ്യാഖ്യാനത്തിലേക്ക് ഒന്ന് പോകാം. Next time when we get an opportunity, we'll go to interpretation of tongues. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ടെസ്റ്റിമണി കേട്ടപ്പോൾ, when I heard the testimony of a sister last time, ആ സഹോദരി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പം, when she was speaking in tongues, ആ സഹോദരി അന്യഭാഷയ്ക്കകത്ത് ഒരു പേര് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അന്യഭാഷ പറയുമ്പോൾ ആ പേര് വരിക. The sister, when she was speaking in tongues, a name was coming in her. അപ്പം ഈ സഹോദരി പ്രാർത്ഥനയ്ക്കകത്ത് കയറിയപ്പം എന്റെ വായിൽ ആ പേര് വന്നു. But when the sister came for prayer, that same name came to me. അപ്പൊ ആ സഹോദരി പറയുന്നത്, അന്യഭാഷ പറഞ്ഞപ്പോൾ സഹോദരിക്ക് ആ പേര് വന്നു, പ്രവചനം യൂസ് ചെയ്തപ്പോൾ എനിക്കും ആ പേര് വന്നു. So when the sister was speaking in tongues, that same name came, and when I was prophesying, the same name came. ശരിക്കും പറഞ്ഞാൽ അത് പ്രവചനമല്ലായിരുന്നു, ആ സഹോദരി പറഞ്ഞ അന്യഭാഷയുടെ വ്യാഖ്യാനമായിരുന്നു. So actually I was not actually prophesying, I was interpreting what that sister said. ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ വിശേഷാൽ പ്രവചിക്കണമെന്ന് പറയാൻ കാരണം. And that is why Paul said those who speak in tongues should also prophesy. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. We'll pray together. Thank you, Holy Spirit. Thank you, Lord. ഇതിനകത്ത് എത്ര പേര് ആക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. I don't know how many of you are active. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തേക്ക് ആ വിഷൻസിനെ പകരുന്ന രീതിയിൽ Today, Holy Spirit is going to impart നിങ്ങളുടെ വേർഡ് ഓഫ് വിസ്ഡം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഡ്രീംസ് കാണാൻ പറ്റുന്നത്. Because you have the word of wisdom in you, you are able to see. നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓഫ് നോളജ് ഉള്ളത് കൊണ്ടാണ് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. Because you have the gift of knowledge, you are able to interpret. ഇത് രണ്ടും ജ്വലിക്കാത്തത് കൊണ്ടാണ് കാണുന്ന കാഴ്ചകൾ മങ്ങിയിരിക്കുന്നത്. And because these two are not being fanned into flame, what you are seeing is faded away or dim. നിങ്ങളുടെ അകത്ത് രോഗസൗഖ്യത്തിന്റെ വരങ്ങൾ ഇരിപ്പുണ്ട്. You have the gift of healing in you. ഇത് ഫ്ലെയിം ചെയ്യാത്തത് കൊണ്ടാണ്, and because you are not fanning it into flame, നിങ്ങളുടെ അകത്തേക്ക് ഇതിനെ പ്രത്യക്ഷമായി കാണാൻ കഴിയാത്തത്. You're not able to see this manifest through you. നമുക്ക് യോസേഫിനെ പോലെ നമുക്ക് തുടങ്ങാം. Can we start like Joseph? കളിയാക്കിയാലും പ്രവചിക്കണം. Even though we are teased, let's prophesy. സ്വന്തം പിതാവ് തള്ളി പറഞ്ഞാലും ഉപയോഗിക്കണം. Even if our father and mother forsake us, we need to use. എത്ര റിജക്ഷൻ ഉണ്ടായാലും ഇത് യൂസ് ചെയ്യണം. No matter how many times we are rejected, we should continue എങ്കിൽ using മാത്രമേ the gifts God gives. കൊട്ടാരങ്ങളിലേക്ക് ആക്സസ് ഉണ്ടാകത്തുള്ളൂ.
Only then we will reach the palace. ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിന്റെ പ്രസിദ്ധി ലോകം അറിയണം. And Paul says that you should be famous. The world will come to know of you. കണ്ടോ, ഇതുകൊണ്ട് നിന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. You should fan into flame. അത് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് പ്രിയരെ. Do not ignore it. നമ്മളിവിടെ യുകെക്ക് വേണ്ടി ഉണർവിന് വേണ്ടി നിങ്ങൾ വന്നിരിക്കുക. We have all gathered here to pray for UK's revival. യോസേഫ് തുടങ്ങിയതുപോലെ നമുക്ക് ഭവനത്തിൽ നിന്ന് ആരംഭിക്കാം. Let's also start like Joseph started from his home. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. Let's start from our surroundings. ഇന്ന് പരിശുദ്ധാത്മാവ് സഹായിക്കും. The Holy Spirit is going to help ഞാൻ ആ us. കൃപാവരങ്ങളെ നിങ്ങളുടെ ഉള്ളത്തിൽ ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. I'm going to pray that the gifts will be fanned into flame inside. ഇൻക്രീസ് ആകട്ടെ. Let it increase in us. 1-2 മിനിറ്റുകൾ മാത്രം നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന തുടങ്ങാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. Only a few minutes can we have only a few minutes left for the tongues prayer to start later. ഞാനൊരു ഒറ്റ മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി പോവാം. I'm going to give you 1 minute. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താണോ, ഒരു പേരാണ് വെളിപ്പെടുന്നതെങ്കിൽ, ഒരു ഡേറ്റ് ആണ് വെളിപ്പെടുന്നതെങ്കിൽ, ഒരു മാസം, നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേർഡ് ഓഫ് വിസ്ഡം. ഇന്ന് കേട്ടത് അതാണല്ലോ, വേർഡ് ഓഫ് വിസ്ഡം ആണ്. So if there is a name or a date or a month in your mind, as what we heard, the word of wisdom, we heard about it. ഏതെങ്കിലുമൊക്കെ ഒരു രോഗത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, ബോഡി പാർട്ടിൽ എവിടെയെങ്കിലും രോഗം ഉള്ളതാകാം, ഏതെങ്കിലും രോഗം റിവീൽ ആകുന്നതായിരിക്കാം. Maybe it will be a sickness or illness that is being revealed to you. ഒരു ഡേറ്റോ നമ്പറോ ആകാം. It may be a date or a number. ഞാൻ 1 മിനിറ്റ് ഒന്ന് കൗണ്ട് ചെയ്യുക. I'll exactly 1 minute I'll count. ജസ്റ്റ് കണ്ണടച്ച് ടങ്സ് പറയണം. All of you just close your eyes and speak in tongues. സാധാരണ പോലെ റബ കരഞ്ഞുകൊണ്ട് ടങ്സ് പറയരുത്. Don't say as you always say, crying and praying in tongues. നിങ്ങളുടെ ടങ്സ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഓവർകം ചെയ്യണം. Your tongue should overcome your understanding. നിങ്ങളുടെ ഗിഫ്റ്റ് ഒന്നും കൂടെ ഒന്ന് കത്താൻ വേണ്ടി പോകും. You're going to burn your gifts. ഒന്ന് ശക്തമായിട്ട് അന്യഭാഷ പറയാം. Can you say strongly? നിങ്ങളുടെ അകത്തുനിന്ന് ഒരു ഒഴുക്ക് പുറത്തേക്ക് വരുന്നത് പോലെ ഈ ഒറ്റ മിനിറ്റിന്റെ അകത്ത് ഒരേ കാഴ്ചകൾ റിപ്പീറ്റ് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്, അതെല്ലാം ശ്രദ്ധിച്ചോണം. Pay attention to everything that's coming to you in this 1 minute. ഒറ്റ മിനിറ്റ് ഉള്ളേ. 1 minute. Shakala rabana riyase dikemana la sushe brande rika shagaba rabana rika dirika masakeri andoru shato ragalaga dirika mana sakeria ellare bhashige leme kera zofarala oh parabala riga bana riga dirika ma kannadache close your eyes shamariya la sofalaria de lebariya la safaria la ba shagadana ragala ba sianderi arbena ratosha la bana rika bana rate lika barabala shagabala Shakabala Rima Rasoketa Barakela Sokania Shabaria Dediga Baragada Dedica Mesia Dediba Robero Shakaderi Barababa Shakadala Baba Ragateria Deria a Shakti Agatun Ujigata Raberia a body like a power movie another Shamahada Sishmata Faria Duru Shakeria Shabahuda Dedicama Sofaria Shabahuda Dedicama Soforia Sabahuda Dedicama Soforia Shabahuda Dedicama Soforia Sabahuda dedicama Saforia Shia Tebi Keba Arbia Safaria Baria Zaiho Ramakazian Dedi Mekeria Rala Soha Swaha Lahushahasia Hova Lahasia Tamahova Ria Shamahuda dedicama Safaria Dedi Basokaria Dedi. Thank you Holy Spirit. 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 1 minute 22 സെക്കൻഡ് നമ്മൾ എടുത്തു. ട്രാൻസ്ലേറ്റ് ചെയ്തു. 1 minute 22 സെക്കൻഡ് നമ്മൾ എടുത്തു. We spoke in tongues for 1 minute and 22 seconds. ഇത്രയും മിനിറ്റ് പോലും വേണ്ട ഒരു ദർശനം കാണാൻ. We don't need even this many minutes to to see a vision. നമ്മൾ പ്രൊഫസി അല്ലേ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, വേർഡ് ഓഫ് വിസ്ഡം ആണ്. It's not prophecy, we are going to use word of wisdom. പ്രൊഫസി യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സമയം വേണ്ടി വരും. ചിലപ്പോൾ അത് ഇപ്പോഴും സംഭവിച്ചേക്കാം.
To use prophecy, we might need little more time, but it can still happen. ഓക്കെ, now. നിങ്ങൾ കണ്ടത് പെട്ടെന്ന് കമന്റ് ചെയ്തേ. കണ്ടതെല്ലാം കമന്റ് Can ചെയ്തേ. you comment what you saw, all of you? പെട്ടെന്ന് കമന്റ് ചെയ്ത് എല്ലാം എന്താണോ കണ്ടത്. ഡീറ്റെയിൽസ് ഒന്നും വിവരിക്കരുത്, ഡീറ്റെയിൽസ് പോകരുത്. ജസ്റ്റ് Not any details, just what you saw in one word, one or two words. Blue light. പറയാൻ പറ്റുമോ ബ്രദർ? ടൈപ്പ് ചെയ്താൽ മതി. ഈ ടൈപ്പ് ചെയ്ത കമന്റ് ബോക്സിലൂടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ടൈം വേണ്ടി വരും. All of you, just in one or two words, just type what you saw. ടൈപ്പ് ചെയ്തേ. You can type what you saw. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ വേർഡ് ഓഫ് വിസ്റ്റത്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിരുന്നത് നിങ്ങളുടെ പേരുകൾ, ഡേറ്റ്, ഒരാളെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. അത് You're മാത്രം. operating in word of wisdom. ഒന്ന് രണ്ട് പേര് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഈ പേരുകൾ ശ്രദ്ധിക്കുക. ഈ പേരുകളുമായിട്ട് ബന്ധപ്പെട്ടവർ ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ എത്രത്തോളം ഇതിൻ്റെ അകത്ത് ആരൊക്കെയാണ്, ചിലർ ജോലിക്കകത്ത് നിന്ന് കേൾക്കുന്നവരുണ്ട്. Just pay attention to what has been typed on the chat box. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് ഇതിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ ഒരു കാര്യം കണ്ടു. ഇപ്പം ഓരോ പേരുകൾ സൃഷ്ടിക്കുന്ന ബെയ്യൂല എന്നല്ലേ, ബെയ്യൂല എന്നുള്ള പേര് കാണുന്നുണ്ട്, റീജ എന്നുള്ള പേര് കാണുന്നുണ്ട്, മൗണ്ടൻ പ്ലസ് ബേഡ്സ് ഫയർ 3 എന്നുള്ളത്, ബിനു എന്നുള്ള പേരിട്ടിട്ടുണ്ട്, 36 എന്നുള്ളൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം നിങ്ങളുടെ അകത്ത് ഇപ്പം അന്യഭാഷ പറഞ്ഞ് വന്നതാണ്. So all these things that are typed, these things came to us when we spoke in tongues. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ കണ്ടതിനെ ഇപ്പം ഇതിനകത്ത് പ്രതികരിക്കാൻ എത്ര പേര് മ്യൂട്ടോ മാറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം പല ആൾക്കാരും ഭവനത്തിന്റെ അകത്ത് നിന്ന് കേൾക്കുന്നവരാണ്. ഇതിന്റെ അകത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുമോ? ഈ പേരുകളുമായിട്ട് ബന്ധപ്പെട്ടവർ Can you unmute? Are you able to unmute if you are related to the name that is mentioned here? ഞാനാണ്. ബിനു സിസ്റ്റർ ആണ്, ഷൈല സിസ്റ്റർ ഇട്ടേക്കുന്ന പേര് അല്ലേ? ഓക്കെ, മറ്റ് പേരുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് Anybody else who are connected to any other names there? ഇതിൻ്റെ അകത്ത് എനിക്കറിയാം മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവര്. All those who can unmute, if you relate to any of the names mentioned here, please do unmute and say. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവര്. All those who can unmute, please do unmute and speak it out. Sorry, Mara sister, did you say anything? I wasn't sure if you were supposed to be speaking in tongues. I couldn't type. I saw blue light though. Blue light. Blue light, and then it went away. So it was specifically for a moment. Blue light. Yeah. Normally I see it black when my eyes are closed, and I saw a bright blue light, a shape, but I can't tell what the shape was. ബ്ലൂ ലൈറ്റ് കാണുന്നത്. അതെ, bright blue light. Bright blue light. ബ്ലൂ ലൈറ്റ് കാണുന്നത് കഴിഞ്ഞ ദിവസം ലിനി സിസ്റ്ററും സെയിം ഒരു ബ്ലൂ ലൈറ്റ് കണ്ടു അല്ലേ? അതെ.
ഞാൻ ഈ ബ്ലൂ ലൈറ്റ്, ഞാൻ ആദ്യമായിട്ട് ഈ ബ്ലൂ ലൈറ്റ് കാണുന്നത്, ഈ ലൈറ്റ് കാണുന്നത് First time Nikhil Pastor saw this blue light. ഈ പ്രോമിസ് ഉള്ള തലമുറകൾ ജനിക്കുമ്പോഴാണ് ഈ ബ്ലൂ ലൈറ്റിനെ കാണിക്കുന്നത്. Blue lights we see when there is a promised child. ഒരു ജനനം നടക്കുന്ന സമയങ്ങളിലാണ് ഇത് കാണിക്കുന്നത്. It usually when there is going to be a birth. അപ്പൊ ഇതിനകത്ത് ബന്ധപ്പെട്ട ആരോമായിട്ട് ആ ഒരു പ്രോമിസ്, വാക്തത്വ സന്തതികൾ ജനിക്കുന്നതിന്റെ സൈനാണത്. So it's a sign of somebody in this group who's going to have a promised child. കാര്യം ആ വ്യക്തി, ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ഞാൻ കണ്ട ലൈറ്റ് തന്നെയാണ്. ആ കുഞ്ഞിനിപ്പം എനിക്ക് തോന്നുന്നത് 12 വയസ്സായപ്പോൾ ലിനി സിസ്റ്റർ ആ അമ്മയുടെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം ആ ലൈറ്റിനെ പറ്റി പറഞ്ഞത്. So I saw this related to a promised child, and I saw a blue light and reveal the name of the mother of that child. ഇപ്പൊ നിങ്ങൾ ഈ കണ്ട പേരുകളെല്ലാം ഇതിന്റെ അകത്ത് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതാ. So all the names that we saw that's written here on the chat box is related to some of us. പക്ഷെ നിർഭാഗ്യം വെച്ചാൽ അവർക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റത്തില്ല. Maybe they cannot unmute and say. ജോലിക്കകത്തുള്ളവരുണ്ട്. Because there are some people at work. ഞാൻ പറഞ്ഞു ഇന്ത്യൻ സമയം ഇപ്പൊ ഇവിടെ 3 മണിയാകാൻ ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ രാത്രിയിൽ. Because it's nearly 3 o'clock in India. അപ്പൊ ഇതിന്റെ നമുക്ക് പരിമിതികൾ ഇപ്പൊ ഇതിന്റെ അകത്തുണ്ട്. ഒരാൾക്ക് അതായത് പ്രതികരിക്കാൻ. If we didn't have all these constraints. അപ്പൊ നിങ്ങൾ ഈ കണ്ട ഈ 1 മിനിറ്റിന്റെ അകത്തുള്ള കാര്യങ്ങൾ, so within 1 minute, just over 1 minute, we saw these many things. ഈ കൃപാവരങ്ങൾ, these gifts. ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അന്യഭാഷ പ്രാർത്ഥനയിൽ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് പരിശുദ്ധാത്മാവിൽ. That's why the last time when we had prayer in tongues, we were training people. നമുക്ക് ടൈം ആവശ്യമാണ്. We need time for this communication. എനിക്ക് ഇനിയും അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. I want to go to the next level. പക്ഷേ നമുക്കിപ്പോ തന്നെ ഓവർ ടൈം ആയി. But already we have gone over our time. നമ്മുടെ അടുത്ത പ്രയർ തുടങ്ങേണ്ട ടൈമായി. The next prayer is going to start in a few minutes. അപ്പോൾ നമ്മൾ അതിലോട്ട് പോവാണ്. So we are going to go into that prayer. അപ്പോൾ നിങ്ങൾ ഇതിന്റെ അകത്തെ പേരുകൾ കണ്ടല്ലോ. ബെയൂല കണ്ടു, പ്രീജ കണ്ടു. എനിക്ക് തോന്നുന്നത് ഈ പേര്, ഈ ബെയൂല എന്നുള്ള പേരും ഈ പ്രീജ എന്നുള്ള പേരുകളുമൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സൂമിലുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ട്. The names that are here, Beulah, Preja, these names are connected to the people in our Zoom. കാര്യം അവർ പ്രയർ റിക്വസ്റ്റുകൾ പറയുമ്പോൾ ഈ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. Because I've heard these names when they give us, when they send prayer requests. കാര്യം ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഈ വീഡിയോ റെക്കോർഡഡ് ആണ്. I believe because this meeting is recorded. നാളെ ഇതവർ കാണുമ്പോൾ when they see this tomorrow. ഞാൻ കൊണ്ടാണ് ഈ പേര് എടുത്തു പറഞ്ഞത്. That's why I said these names again, so that അപ്പൊ അവർ നിങ്ങളോട് ചോദിക്കും, സിസ്റ്ററെ എന്റെ പേരാണത്. So they'll ask us, sister, this is my name. അപ്പൊ അവര് ചോദിക്കും ബാക്കി എന്താ കണ്ടത്. They'll ask, what did you see after that? നിങ്ങൾക്ക് എസ്കേപ്പ് ആകാൻ കഴിയത്തില്ല. We cannot escape that. കണ്ടോ, ഇതാണ് പലരുടെയും കുഴപ്പം. Many of us have this problem. അപ്പൊ ജ്വലിപ്പിക്കാതെ അടുത്ത ലെവലിൽ കയറാൻ പറ്റത്തില്ല. Without fanning into flame, without increasing it, we cannot move to the next level. ഇതാണ് അന്യഭാഷ വരത്തിന്റെ ഗുണം. And this is why we should have speak in tongues. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഉണ്ടായ വിഷൻ എന്തുകൊണ്ടാണ് ഇതിന്റെ ബാക്കി കൂടെ വരാത്തത്? And you know why we didn't get the rest of the vision? എക്സ്പീരിയൻസിന്റെ കുറവാണ്. We don't have experience. 2 ഫ്ലെയിമിന്റെ കുറവുണ്ട്. Second, we have lack of flame. ഇത് രണ്ടും നിങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിക്കണം. We have to encourage ourselves and burn this, fan into flame. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരം വിളക്കുന്നേരം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. If we go on like this, it will be morning soon. So let's stop here with a word of prayer. കാര്യം ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവ് എന്ത് സംസാരിക്കും. Because today I was praying, Lord, what will I speak on ഈ today? മെസ്സേജ് എനിക്ക് കിട്ടാൻ ഒരു 3 മിനിറ്റ് എടുത്തുള്ളൂ. It took me only 3 minutes to get this message. നമ്മൾ 1.5 മണിക്കൂർ മേളിൽ സംസാരിച്ചു. But I've spoken over an hour and a half. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. This is the power of the Holy Spirit. ഞാനിത് നോട്ട് ചെയ്യാൻ വേണ്ടി 3 മിനിറ്റ് എനിക്ക് എടുത്തുള്ളൂ.
It took me only 3 minutes to write down the message. the നിങ്ങളെ outline. വളർത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് And because Holy Spirit wants us to grow and be built up, കർത്താവ് നിങ്ങളെ സഹായിക്കും. God will help each one of us. അപ്പൊ ഇങ്ങനെ ആളുകൾ പിന്നെയും പ്രാർത്ഥനയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടാങ്ക്സ് ഫയർ സ്റ്റാർട്ട് ആവേണ്ട ടൈം ആയതുകൊണ്ടാണ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. People are joining us because it's time for tongues ഞാൻ prayer. നല്ലൊരു കാര്യം പറഞ്ഞു തരാം. I'll tell you one good thing. നിങ്ങൾ ടാങ്ക്സ് ഫയർ പ്രാർത്ഥിക്കുക. Pray in tongues നിങ്ങൾ കാണുന്ന കാര്യങ്ങളെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. and keep commenting what you see. അപ്പൊ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. And people are coming. നിങ്ങൾ അത് ജസ്റ്റ് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് പറയാം, കമന്റ് ബോക്സിലോട്ട് നോക്കാൻ പറയാം. And you keep commenting and I'll tell in between and look at the comment box. നിങ്ങൾക്ക് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. You'll keep getting more and more when ഞാനൊരു 3 മിനിറ്റും കൂടെ അന്യഭാഷ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുവാണേ. I'll speak. There's only 3 minutes more for tongues prayer to start. I'm നിങ്ങൾ just talking. ശ്രദ്ധിച്ചോണം. അപ്പൊ നിങ്ങൾ വചനം നിങ്ങൾ യോസെഫിനെ പോലെ നമ്മൾ യൂസ് ചെയ്യണം. So we should use it like Joseph. നിരാശപ്പെട്ടു പോകരുത്. Don't get disappointed. ഞാൻ ആദ്യമൊക്കെ ദൈവിക ആലോചന പറയുമ്പോൾ എന്നെ നിരാശപ്പെടുത്താൻ 100,000 ആൾക്കാരുണ്ടായിരുന്നു. In the past, when I used to give the message from the Lord, many people discouraged me. എന്നെ പരിഹസിച്ച് ഒത്തിരി പേരുണ്ടായിരുന്നു. There are many people who teased me. ഞാൻ ഫോൾ പ്രൊഫറ്റ് ആണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. There are people who called me false prophet. ഞാൻ അന്ന് നിർത്തിയിരുന്നുവെങ്കിൽ And if I had stopped then, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് കൃപയാൽ. today I would not be able to teach you. കാര്യം ഞാനത് മൈൻഡ് ചെയ്തില്ല. But I didn't mind it. ഞാൻ ദൈവം ഏൽപ്പിച്ചതിനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. I kept speaking what God ദൈവം ഏൽപ്പിച്ചതിനെ യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു. I kept using what God യോസെഫിനെ പോലെ ദൈവത്തെ മാത്രം നോക്കുക. and like Joseph only look to God. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. Holy Spirit will help. നിങ്ങൾക്ക് അന്യഭാഷ തുടരണമെങ്കിൽ തുടരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം. ഇത്ര സമയം ഇരുന്നുകൊണ്ടാണ്. If you're tired, you can leave or you can carry on for the next session, which is അപ്പം നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഒരു അന്യഭാഷ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഒരു കാര്യം പറയാം, ഭയം കൊണ്ടുവരുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അകത്താണ്. one thing we need to know is fear comes from our understanding. അന്യഭാഷ പറയുമ്പോൾ നമുക്ക് എക്സ്ട്രാ കറേജ് ഉണ്ടാവും. When we speak in tongues, we have extra boldness and courage. നമ്മൾ അന്യഭാഷ പറയുമ്പോൾ ഇല്ലാത്ത ഒച്ച തന്നെ വരും. When we speak in tongues, then we get the confidence. ഞങ്ങളിപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ പുതിയതായിട്ട് കർത്താവ് ഒരു പാഴ്സനേജ് തന്നു അല്ലേ, അന്നാ ഒച്ച വെച്ചില്ലായിരുന്നെങ്കിൽ. Because we made that noise right now we have a parsonage to pray in. കണ്ടോ? അപ്പൊ ഒരു വഴി അടഞ്ഞാൽ ദൈവം മറ്റൊരു വഴി തുറക്കും. If God closes one door, he opens another door. അതടഞ്ഞാൽ അടുത്ത വഴി തുറക്കും. And if that shuts, he'll open another. നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥന നിർത്തരുത്. But don't stop praying. നിങ്ങൾ പറയും തോറും ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കും. The more you speak, the more doors are open. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Holy Spirit. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് സൂപ്പർ നാച്ചുറൽ വിഷനുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇനി ഡ്രീംസുകൾ ഉറങ്ങാതെ തന്നെ ഡ്രീംസ് കാണും, ഉറങ്ങിയാലും കാണും, എല്ലാം നിങ്ങളിൽ പ്രവർത്തിക്കും. And from now on, you're going to see dreams whether you're sleeping or not sleeping. ഈ സത്യം മനസ്സിലാക്കിയാൽ മതി. Just understand this truth. ഷാഖൻ അറിയാന്തിരെ ഇനി ജോയിൻ ചെയ്യാൻ വരുന്നവരെല്ലാം പറയട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓറാൽ ബറാസെ തെരീക ബറൗഷല സീമ ഷകല റാസിയാൻ തെരിക ബോഷല തെരിയ ഷദേരിയ മറോഷല തെരിക മസൗഷല കറബ